السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിപാടി കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന എല്ലാ സത്ഫലങ്ങളും പടച്ചതമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ സഫലീകരിച്ചു തരുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്നവരാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഈ നിമിഷം വരെ അനുഭവിച്ചിട്ടില്ലാത്ത, എന്നാൽ ഏത് നിമിഷവും അനുഭവിക്കാനിടയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ മരണത്തെക്കുറിച്ച്, മരണമാകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച്. ഇമാം ഷാഫി റഹിമഹുല്ലായുടെ അടുക്കൽ ഒരിക്കൽ ഒരു യുവാവ് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞു. എൻ്റെ മാതാവ്, എന്നെ പെറ്റ് പോറ്റി വളർത്തി ഞാനാക്കിയ എൻ്റെ മാതാവ്, എൻ്റെ എല്ലാമായ എൻ്റെ മാതാവ് എന്നെ വിട്ടു പിരിഞ്ഞു പോയി. എനിക്കിപ്പോൾ ഉറക്കമില്ല, ഊണില്ല, സന്തോഷമില്ല. ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥതകൾ നിറഞ്ഞ, നിരാശകൾ മാത്രം ബാക്കിയായ അവസ്ഥ. ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഈ യുവാവ് ഇമാം അവറുകളുടെ മുമ്പിൽ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഇമാം അവറുകൾ ആ യുവാവിനെ പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം പരാജയപ്പെട്ടപ്പോൾ ഇമാം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അല്പം കടുക് വാങ്ങിച്ചു കൊണ്ടുവരണം. അല്പം കടുക് വാങ്ങിച്ചു കൊണ്ടുവരണം.
ഏതെങ്കിലും വീട്ടിൽ പോയിട്ടാണ് കടുക് വാങ്ങിക്കേണ്ടത്. പക്ഷെ ആ വീട് ഇന്നുവരെ മരണം നടക്കാത്ത വീടായിരിക്കണം. ചെറുപ്പക്കാരൻ ഇമാം അവറുകളുടെ അടുക്കൽ നിന്ന് യാത്രയായി. അങ്ങനെ ആ ദിവസം മുഴുവനും രാപ്പകലില്ലാതെ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ചെറുപ്പക്കാരൻ തളർന്നവശനായി ഇമാം അവറുകളുടെ അടുക്കൽ തിരിച്ചെത്തി. ഇമാമിനോട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരു വീട് പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാ വീട്ടിലും കടുകുണ്ട്, പക്ഷേ മരണം നടക്കാത്ത ഒരു വീട് പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതാണ് മരണത്തെക്കുറിച്ച് ആമുഖമായി നമുക്ക് പറയാനുള്ളത്. ഇന്നമദ്ദുന്യ തആമുൻ വശറാബുൻ വമനാമു വഇദാ ഫാതക ഹാദാ വഅലദ്ദുന്യ സലാമു. എന്താണ് ജീവിതം? ഇന്നമദ്ദുന്യ തആമുൻ വശറാബുൻ വമനാം. ജീവിതം എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, കുടിയാണ്, ഉറക്കമാണ്, ഭോഗമാണ്. വഇദാ ഫാതക ഹാദാ, നിനക്കതൊക്കെയും നഷ്ടപ്പെട്ടു പോയാൽ, അഥവാ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, എങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയല്ലാതെ ഒരു പോള കണ്ണടക്കാൻ കഴിയാത്ത അവസ്ഥ, ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറക്കം കിട്ടാത്ത ടെൻഷൻ, ഇങ്ങനെയൊക്കെ ആയാൽ ഭക്ഷണമുണ്ട്, ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്, വീട്ടിൽ ഭക്ഷണം, സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി തരുവാൻ ആളുകളുമുണ്ട്. പക്ഷേ തീന്മേശയിൽ കൊണ്ടുവച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ അങ്ങനെയാണല്ലോ. പഞ്ചസാര പറ്റില്ല, ഉപ്പ് പറ്റില്ല, കൊഴുപ്പുള്ള വിഭവങ്ങൾ പറ്റില്ല, ഒന്നും കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഭൂമിക്കൊരു ഭാരമായി മാറുന്ന അവസ്ഥയിലെത്തിയാൽ വാല ദുനിയ സലാം, പിന്നെ എന്താ നല്ലത്? ദുനിയാവിനോട് സലാം പറഞ്ഞ് പോക്കാണ് നല്ലത്. അങ്ങനെയാണ് മനുഷ്യൻ ഭൗതിക കാഴ്ചപ്പാട് മാത്രം വെച്ച് പുലർത്തുന്ന മനുഷ്യൻ ആത്മഹത്യയിൽ അഭയം തേടുന്നത്. ഇന്ന് പാശ്ചാത്യ ലോകത്ത് ബെസ്റ്റ് സെല്ലർ, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എങ്ങനെ വേദന അറിയാതെ എളുപ്പം ആത്മഹത്യ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളതാണത്രേ. നാം പഠിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങൾ, മരണത്തിന് എളുപ്പവിദ്യകൾ എന്തൊക്കെയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ. ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇസ്ലാമിൻ്റെ തനതായ കാഴ്ചപ്പാട് എന്താണ്, ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത്. ലൗകാനത്തി ദുനിയ തദുമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകം ആർക്കെങ്കിലും വേണ്ടി ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അള്ളാഹുവിൻ്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയായിരുന്നു ഈ ലോകം ശാശ്വതമാകേണ്ടിയിരുന്നത്. പക്ഷെ ആ പ്രവാചകൻ നേരത്തെ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയല്ലോ. 63-ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു വിളിക്കുകയുണ്ടായി. നമുക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നില്ലേ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുമുഖത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കാൻ, ആ തിരുനാവിൽ നിന്ന് ഉപദേശങ്ങൾ കേൾക്കാൻ, അങ്ങനെ റസൂലുള്ളാന്റെ ഉന്നതരായ റസൂലുള്ളാന്റെ ഏറ്റവും അടുത്ത സഹാബത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുവാൻ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാധിച്ചില്ലല്ലോ. പിന്നെ നമ്മുടെ കാര്യം എന്ത് പറയാനാണ്? അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഒരുമ്പെട്ട സത്യനിഷേധികളെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകരോട് ഇങ്ങനെ പറയുന്നുണ്ട്, വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും നാം ശാശ്വതികത്വം നൽകിയിട്ടില്ല, ആരും തന്നെ ഭൂമിയിൽ നിത്യവാസികളായിട്ടില്ല. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, താങ്കൾ മരണപ്പെടുകയും അവർ ഇവിടെ ശാശ്വതമായി സുഖജീവിതം നയിക്കുകയും ചെയ്യും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. അഥവാ എല്ലാവരും ദുനിയാവ് വിട്ടു പോയേ പറ്റൂ എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, മരണമാണോ ജീവിതമാണോ യാഥാർത്ഥ്യം? ഏതാണ് യാഥാർത്ഥ്യം? നാം ഒരുപക്ഷെ പറയും ജീവിതമാണ് യാഥാർത്ഥ്യം. കാരണം നാം കണ്ടു പരിചയിച്ചത് അതാണല്ലോ.
പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെയല്ല. മരണമാണ് യാഥാർത്ഥ്യം. നിങ്ങളൊക്കെ ഇല്ലാതിരുന്ന ഒരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് 40 വയസ്സാവുന്നുവെങ്കിൽ ആ 40 വർഷത്തിന് മുമ്പ് എത്രയോ കാലം ഞാനെന്ന ഒരാളില്ലാത്ത, ആ ഇല്ലാത്ത അവസ്ഥയിലും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, ചന്ദ്രൻ അസ്തമിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം കറങ്ങിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നുകയാണ്, ഞാനില്ലാത്ത എൻ്റെ വീട് എന്തായിരിക്കും ആ വീടിൻ്റെ അവസ്ഥ? എൻ്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ കാര്യങ്ങൾ ആര് നോക്കി നടത്തും എന്ന അവസ്ഥയിൽ നാം ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനില്ലാത്ത ഈ ലോകം, ഞാനില്ലാത്ത വീട്, ഞാനില്ലാത്ത എൻ്റെ കച്ചവടം, എൻ്റെ കട, എൻ്റെ ഉദ്യോഗം എനിക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു ശൂന്യത. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, ലം യകുൻ ശൈഅൻ മദ്കൂറ. നീ ഓർക്കണം, ഇങ്ങനെ ഒരാൾ ഇല്ലാതിരുന്ന ഒരു നീണ്ട കാലം, എത്രയോ കാലം കടന്നുപോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നീ ഓർത്തേ പറ്റൂ. അള്ളാഹു മറ്റൊരു ഭാഷയിൽ സൂറത്തുൽ ബഖറയിൽ ചോദിക്കുന്നുണ്ട്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവെ നിഷേധിക്കാൻ ഒരുമ്പെടുന്നത്? വകുന്തും അംവാതൻ, നിങ്ങൾ മരിച്ചവരായിരുന്നു. നീ എന്ന ഒരാൾ ഇല്ലാത്ത കാലം കുറെ കഴിഞ്ഞില്ലേ? വകുന്തും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹു തആല പറയാൻ, നീ ആദ്യം മരിച്ച അവസ്ഥയിലാണ്, ഈ ഭൂമിയിലേക്ക് നീ വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു തആല പിന്നീട് നിന്റെ മാതാവിലൂടെ നിനക്ക് ജന്മം നൽകി. സുമ്മ യുഹ്യീകും, എന്നിട്ടോ പിന്നീട് ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു തആല നിന്നെ മരിപ്പിക്കുക തന്നെ ചെയ്യും. ഫഅഹ്യാകും സുമ്മ യുമീതുകും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ വീണ്ടും ഒരിക്കൽ സുമ്മ യുഹ്യീകും, മരണാനന്തരം ഖബറിടത്തിൽ നിന്ന് അല്ലാഹു തആല വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, എന്നിട്ട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഇവിടെ 4 ഘട്ടങ്ങൾ. ഒന്നാമത്തേത് മരിച്ച അവസ്ഥയാണ്, നാം ഇല്ലാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് നാം വരുന്നു. നിശ്ചിത അവധിയെത്തുമ്പോൾ ഈ ലോകം വിട്ട് നാം വീണ്ടും തിരിച്ചു പോകുന്നു. എന്നിട്ട് അല്ലാഹു തആല നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ തറവാട് ഏതാണ്? മരണമാണ്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയാണ് എന്ന് പറയേണ്ടി വരും. ഇനിയും ഞാൻ ചോദിക്കട്ടെ, ജീവിതമാണോ മരണമാണോ അത്ഭുതകരം? നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്കുക. ജീവിതമാണോ മരണമാണോ അത്ഭുതം? ഇന്ന് കാലത്ത് പോലും കണ്ട ആളാണ്. എത്ര നേരമാണ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നത്, എന്നിട്ട് ഇപ്പോൾ കേൾക്കാണ് അദ്ദേഹം നടന്നു പോകുമ്പോൾ വഴിയിൽ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ഇങ്ങനെയാണല്ലോ വാർത്തകൾ. ഇന്നലെ കണ്ട മനുഷ്യനെ ഇന്ന് കാണുന്നില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചു, അറ്റാക്കായിട്ട് മരിച്ചു. ഇങ്ങനെ ഒരുപാട് മരണവാർത്തകൾ ദിനേന എന്നോണം നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് തോന്നും, മരണമാണ് അത്ഭുതകരം. ഈ നിമിഷം വരെ ജീവിച്ച ആളല്ലേ, ഇയാൾ എങ്ങനെ മരണപ്പെട്ടു പോയി? നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് നാം ചിന്തിച്ചു പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മരണമാണോ ജീവിതമാണോ അത്ഭുതകരം എന്നതിനെക്കുറിച്ച് നാം ആലോചിച്ച് നോക്കുക. നമ്മുടെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ജലത്തിന് മുകളിൽ നിൽക്കുന്ന കുമിള ശ്രദ്ധിച്ചിട്ടില്ലേ? ജലപ്പരപ്പിലെ കുമിളകൾ. ആ കുമിള പൊട്ടിപ്പോകുന്നതാണോ പൊട്ടാതെ നിലനിൽക്കുന്നതാണോ നമുക്ക് അത്ഭുതം? എന്താണ് അത്ഭുതം? തീർച്ചയായും അത് പൊട്ടാതെ നിലനിൽക്കുന്നുവെങ്കിൽ അതാണ് അത്ഭുതം. കാരണം ഓരോ കുമിളക്കും ഒരു നിശ്ചിതമായ ആയുസ്സുണ്ട്. ആ അവധി എത്തുമ്പോൾ അത് പൊട്ടിയില്ലാതെയായി പോകുന്നു. പൊട്ടാതെ നിന്നാലാണ് അത്ഭുതം. എന്ന് പറയുന്നത് പോലെ 2 കാലിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈകാലുകൾ ചലിപ്പിക്കുന്നു, നാവുകൊണ്ട് വർത്തമാനം പറയുന്നു, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, കാതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതകരമായ യന്ത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെയുള്ളത്. പക്ഷേ ഈ യന്ത്രം എത്ര നിസ്സാരമാണ്. കുമിള പോലെ തന്നെ. ഒന്ന് കഴുത്തിന് പിടിച്ച് ഞെക്കിയാൽ, അമർത്തിയാൽ തീർന്നു കാര്യം. നെഞ്ചടിപ്പൊന്ന് നിന്നു പോയാൽ അവസാനിച്ചു. ഈ വിധത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വെറും കുമിള കണക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ജീവിതമാണോ മരണമാണോ യഥാർത്ഥത്തിൽ അത്ഭുതം? ആലോചിച്ച് നോക്കൂ. ജീവിതമാണ് അത്ഭുതം. ഈ ശരീരമാകുന്ന യന്ത്രശാല ഇങ്ങനെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ അത്ഭുതം എന്ന് നാം സമ്മതിക്കേണ്ടി വരും. കാരണം മരണം എന്നത് നേരത്തെ തന്നെ നാം മരിച്ചവരായിരുന്നല്ലോ.
ആ മരണപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന്, ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് നാം ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നത്. വീണ്ടും തിരിച്ചു ചെല്ലേണ്ടത് ആ അവസ്ഥയിലേക്ക് തന്നെയാണ്. അവിടെ നാം മനസ്സിലാക്കുന്നു, ജീവിതം ആണ് യഥാർത്ഥത്തിൽ അത്ഭുതം, മരണമല്ല അത്ഭുതം എന്ന്. എത്രയോ മനുഷ്യർ നമ്മുടെ കൈകൊണ്ട് നാം യാത്രയാക്കിയിട്ടുണ്ടാവും. ഒരുപക്ഷെ മയ്യത്ത് കുളിപ്പിക്കുവാൻ, അതുപോലെ കഫൻ ചെയ്യുവാൻ സ്വന്തം കൈകൾ കൊണ്ട് താങ്ങിയിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുവാൻ അവസരമുണ്ടായവർ നമ്മിൽ പലരും ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് പിതാവിനെയും മാതാവിനെയും ഇണകളെയും സന്താനത്തെയും ഒക്കെ നാം ഖബറിലേക്ക് എത്രയോ ഇറക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാം പങ്കുവച്ചവർ, ഒരുപാട് സുഖദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നവർ പൊടുന്നനെ അങ്ങ് ഇല്ലാതെയായി പോകുന്ന അവസ്ഥ. പക്ഷെ അങ്ങനെ നമുക്ക് മുമ്പിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാം എന്താ പറയാ? മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അങ്ങനെ പറയാം. അവനവനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാനാണ് നമുക്കെപ്പോഴും ആഗ്രഹം. ഞാനും മരിക്കേണ്ടതല്ലേ? അതെ, പക്ഷേ എന്നാലും എനിക്ക് സമയമായിട്ടില്ല എന്നൊരു തോന്നൽ. ഫീ കുല്ലി യൗമിൻ ലനാ മൈത്തുൻ നുശയ്യിഉഹു നറാ ബിമസ്റഇഹി ആസാറ മൗതാനാ. ഓരോ ദിവസവും ഫീ കുല്ലി യൗമിൻ ലനാ മൈത്തുൻ നുശയ്യിഉഹു, നാം നിരന്തരം ഓരോ മനുഷ്യരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യരുടെയും മയ്യത്തിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരത്തെ കുളിപ്പിച്ച് കഫൻ പുടവ അണിയിച്ച് ഖബർസ്ഥാനിലേക്ക് നാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നറാബി മസ്റഇഹി ആസാറ മൗതാന, തീർച്ചയായും നാം അവിടെ അവരുടെ ഖബറിടങ്ങളിൽ നമ്മുടെ മരണത്തിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ മരണം പിന്നെ എങ്ങോട്ടാണ് വരുന്നത്? നമ്മുടെ പിന്നാലെ, നമ്മുടെ കാൽപ്പാടുകൾക്ക് പിന്നാലെ ഇന്നു ഞാൻ നാളെ നീ എന്ന നിലയിൽ മരണം തീർച്ചയായും നമ്മിലേക്ക് വരികയാണ്. പക്ഷേ ഈ മരണത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് ആഗ്രഹം. മാറ്റിവെക്കേണ്ടി വരും ഒരു പരിധിയോളം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് നീ ഇന്ന ദിവസം മരിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അതൊരു 10 വർഷം കഴിഞ്ഞിട്ടാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അയാൾ ഇന്ന് മുതൽ മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കും. ഇന്ന് മുതൽ അയാൾ എണ്ണാൻ തുടങ്ങും. ഓ, ഇനി എനിക്ക് 9 വർഷവും 364 ദിവസമേ ബാക്കിയുള്ളൂ. ആലോചിച്ചു തുടങ്ങാണ്. ആ ദിവസം മുതൽ ആലോചിക്കുകയാണ്. പിന്നെ ഓരോ ദിവസവും കലണ്ടറിന്റെ മുമ്പിൽ ചെന്ന് അതിങ്ങനെ വെട്ടി പോകാൻ മാത്രമേ അയാൾക്ക് കഴിയുള്ളൂ. ഇന്നത്തെ ഈ ദിവസവും വെട്ടിക്കഴിഞ്ഞു, ഇങ്ങനെ എണ്ണി തീർക്കാൻ തുടങ്ങും. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ തന്നെ മരിക്കാൻ പോകുന്ന മനുഷ്യനോട് പോലും നീ എപ്പോഴാണ് മരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അവന്റെ അടിമകളോട് അവൻ കാണിക്കുന്ന മഹത്തായ റഹ്മത്താണ് എന്ന് നാം അറിയണം. എപ്പോഴാണ് മരിക്കാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചേ അടങ്ങും. തീർച്ചയായും സംഭവിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണത് എന്ന് തീർച്ചയായും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നർത്ഥം. അതിനു വേണ്ടിയിട്ട് ഈ നിലയിൽ മരണത്തെ നോക്കിക്കാണുവാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. സങ്കടപ്പെട്ടുകൊണ്ട് മരിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് കഴിച്ചുകൂട്ടിയിട്ടൊരു കാര്യവുമില്ല. മറിച്ച് വിവേകശാലിയായ ദീർഘവീക്ഷണമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും കടന്നു പോകേണ്ട കവാടമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ സത്യവിശ്വാസി അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് തീർച്ചയായും ചെയ്യേണ്ടത്. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചതും. ആ ഒരു തിരിച്ചറിവ്, മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധവും അതിൽ നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്വ ബോധവുമാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത്. ഈ ദുനിയാവ് വിട്ടുപിരിയേണ്ടവരാണ് നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു, തന്നെക്കുറിച്ച് പറഞ്ഞു. ആരാണ് താൻ? കേവലം ഒരു വഴിയാത്രക്കാരൻ. തൽക്കാലം ഈ ദുനിയാവാകുന്ന മരത്തണലിൽ അല്പനേരം വിശ്രമിക്കുന്നു. ഈ വിശ്രമത്തിന് ശേഷം എൻ്റെതായ ലക്ഷ്യത്തിലേക്ക് പോകുന്നവൻ. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിരി സബീൽ. മനുഷ്യ, നീ ഭൂമിയിൽ കേവലം ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം. ഈ മരത്തണലിൽ തന്നെ കുടിലുകെട്ടി
പിന്നെ അത് മെല്ലെ മെല്ലെ ഭദ്രമാക്കി കോൺക്രീറ്റാക്കി അങ്ങനെ അതിലെല്ലാ സ്വപ്നങ്ങളും നെയ്ത് വെച്ച് ഞാൻ ഒരിക്കലും ദുനിയാവ് വിട്ടുപോകേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ച്, ക്ഷണികതയെക്കുറിച്ച് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദുന്യാ ദാറുമൻ ലാ ദാറ ലഹു, വളരെ അർത്ഥവത്തായൊരു പ്രയോഗമാണ്. അദ്ദുന്യാ ദാറുമൻ ലാ ദാറ ലഹു. ഈ ദുനിയാവെന്ന് പറയുന്നത് യഥാർത്ഥ വീടില്ലാത്തവന്റെ വീടാണ്. ഏതാണ് യഥാർത്ഥ വീട്? പരലോക ഭവനം. പരലോക ഭവനം നേടിയെടുക്കാത്തവന്റെ, പണി കഴിപ്പിക്കാത്തവന്റെ വീട് മാത്രമാകുന്നു ഇത്. വമാലുമൻ ലാ മാലലഹു, സ്വന്തമായി സമ്പാദ്യമില്ലാത്ത, സൽക്കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങളൊന്നും നേടിയെടുക്കാത്ത മനുഷ്യന്റെ സമ്പാദ്യമാകുന്നു ഈ ലോകം. വലഹാ യജ്മഉ മൻ ലാ അഖ്ല ലഹു, ഈ ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പത്തൊരുക്കി കഴിച്ചു കൂട്ടുന്നവൻ ബുദ്ധിശൂന്യനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുണ്ടായി. ഫസ്ഹദ് മിനദ്ദുനിയ വഇന്നക ലാ തജ്തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഒരു കവി ഈ ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ചും അതേസമയം നമുക്ക് എത്തിപ്പെടേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്. ഫസ്ഹദ് മിനദ്ദുനിയ, സഹോദര നീ ദുനിയാവിൽ വിരക്തനാവണം. ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ലല്ലോ. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ, ഇന്ന് രാത്രിയായി കഴിഞ്ഞാൽ നാളെ എന്നൊരു ദിവസമുണ്ട് എന്നെന്താണ് ഉറപ്പ്? ഒരുറപ്പുമില്ല. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കത്തിൽ തന്നെ അല്ലാഹു തആല പലരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്വന്തം വിരിപ്പിൽ തൻ്റെ കൂടെ കിടന്നുറങ്ങിയ ഇണ നേരം വെളുത്ത് വിളിച്ചു നോക്കുമ്പോൾ, സുബഹി നമസ്കരിക്കാൻ വിളിച്ചു നോക്കുമ്പോൾ ആളനക്കമില്ല, അനക്കമില്ല. ഇതാണല്ലോ അവസ്ഥ. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, അതാണ് ഇന്ന് രാത്രിയായി കഴിഞ്ഞാൽ നേരം പുലരും എന്ന് നിനക്ക് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചത്. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ. മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു അസുഖവും കൂടാതെ പെട്ടെന്നങ്ങ് മരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല, നല്ല ചുറുചുറുക്കുള്ള മനുഷ്യൻ പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. അതേസമയം വക്കമ്മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹർ, രോഗികളായവർ ഒരുപക്ഷെ പെറ്റുവീണത് തന്നെ രോഗശയ്യയിൽ എന്ന നിലക്ക് വീട്ടിനകത്ത് തന്നെ തൻ്റെ കിടപ്പറയിൽ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അവരൊരു പക്ഷെ ഒരുപാട് കാലം ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ചോദ്യചിഹ്നം പോലെ. ആർക്കും അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല. ഒരുപക്ഷെ ഭാരമെന്ന് സ്വയം തോന്നിപ്പോകുന്ന അവസ്ഥ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ പലർക്കും ദീർഘായുസ് നൽകുന്നതും നാം ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിനാൽ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്കുകൂട്ടലുകൾക്കും പ്രസക്തിയില്ല. പരിസരത്ത് മരണം നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കണക്കുകൂട്ടലാണ്. അയാൾ ബൈക്ക് അപകടത്തിലാണ് മരണപ്പെട്ടത് എങ്കിൽ ഞാൻ എന്താണ് കരുതുക? ഞാൻ അങ്ങനെ ബൈക്ക് ഓടിക്കാറേ ഇല്ല, അശ്രദ്ധമായി ഞാൻ ഒട്ടും ഓടിക്കാറില്ല, വളരെ അത്യാവശ്യത്തിനെ വാഹനം ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് ഞാൻ ബൈക്ക് അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ല. ഇനി മറ്റൊരാൾ മരണപ്പെട്ടത് അറ്റാക്കായിട്ടാണ്, ഹാർട്ട് അറ്റാക്ക്. എനിക്ക് അങ്ങനെ ഒരു രോഗമുള്ളതായിട്ട് ഡോക്ടർമാർ ഇതുവരെ വിധി എഴുതിയിട്ടില്ല. വേറെ ഒരാൾ മരണപ്പെട്ടത് പ്രായമായിട്ടാണ്, 70-80 വയസ്സായിട്ട്. എനിക്കെന്തായാലും അത്രയൊന്നും പ്രായമായിട്ടില്ലല്ലോ, ഒരു 35-40 എത്തി നിൽക്കുന്നല്ലേ ഉള്ളൂ, സമയം ഇനിയും ഒരുപാടുണ്ട്. ഇങ്ങനെ നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾ പലതാണ്. ഇപ്പോഴൊന്നും മരണപ്പെടുകയില്ല എന്ന നിലക്ക് ജീവിതത്തെ മാറ്റിവെക്കാൻ നമുക്ക് ആഗ്രഹം. പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നവരെ, ഹാജിമാരെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകളാണ് ഹാജിമാരാവുന്നത്. എന്തുകൊണ്ടങ്ങനെ? നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. ചെറുപ്പത്തിൽ നല്ല കാലത്ത് ഹജ്ജിന് പോയാൽ പിന്നീടുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കച്ചവടം ചെയ്യണ്ടേ, സാമ്പത്തിക ഇടപാടുകൾ നടത്തണ്ടേ, അവിടെയൊക്കെ കൃത്രിമങ്ങൾ നടത്തേണ്ടി വന്നാലോ? പ്രായമായാൽ പിന്നെ റിട്ടയർഡ് ലൈഫാണല്ലോ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് കച്ചവടമില്ല, ഇടപാടുകളില്ല, അതുകൊണ്ട് ഹജ്ജ് ചെയ്ത് പിന്നെ വിശ്രമ ജീവിതം നയിച്ചു കളയാം. പല ചെറുപ്പക്കാരും ആ നിലക്ക് ഹജ്ജിനെ അങ്ങോട്ട് മാറ്റിവെക്കുന്ന, ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ട് മാറ്റിവെക്കുന്ന അവസ്ഥ കാണാം.
ഇതൊക്കെ നമ്മുടെ ബുദ്ധിശൂന്യതയാണ്, വിവരക്കേടാണ്. അല്ലാഹു തആല സമ്പത്ത് നൽകി, അല്ലാഹു തആല ആരോഗ്യം നൽകി, അല്ലാഹു തആല യാത്രക്കാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി തന്നു. ദുനിയാവിൻ്റെ ഏത് മേഖലയിലേക്കും ഏത് നിമിഷവും എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്ന സംവിധാനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിളിക്കുത്തരം നൽകാൻ മാത്രം നമുക്ക് സമയമില്ല. കാരണം സമയമായില്ലല്ലോ. ഇത്ര ചെറുപ്പത്തിൽ നീ എന്തിനാണ് ഹജ്ജിന് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ കവിതയുടെ പൊരുൾ ആലോചിക്കേണ്ടത്. വകമ്മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്രയെത്ര ചെറുപ്പക്കാരാണ് സഹോദര സഹോദരി പൊടുന്നനെ മരിച്ചു പോകുന്നത്. അള്ളാഹുവിൻ്റെ ഖജനാവിലാണ് സമയമുള്ളത്. സമയത്തിൻ്റെ ഖജനാവ് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത് എന്ന കാര്യം തീർച്ചയായും നാം ഓരോരുത്തരും തിരിച്ചറിയണം. وكم من فتى يمسي ويصبح لاهيا وقد نسجت أكفانه وهو لا يدري. എത്രയെത്ര യുവതീ യുവാക്കളാണ് وكم من فتى يمسي ويصبح لاهيا, വളരെ അശ്രദ്ധമായ അവസ്ഥയിൽ രാപ്പകലുകൾ അടിച്ചു പൊളിച്ച്, അങ്ങനെയാണല്ലോ ഇന്നത്തെ പ്രയോഗം, സമയം കൊല്ലാൻ വേണ്ടിയിട്ട് സീരിയൽ കാണാം. സമയം കൊല്ലാൻ വേണ്ടി, സമയം പോകണ്ടേ, എന്താ ചെയ്യാം, ബോറടിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഹലാലും ഹറാമും പരിഗണിക്കാതെ എന്തെങ്കിലും ഉല്ലാസങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം കൊല്ലണം. ഈ അവസ്ഥയിൽ യുംസി വ യുസ്ബിഹു ലാഹിയ, രാവും പകലും പ്രഭാതവും പ്രദോഷവും അനാവശ്യമായി അശ്രദ്ധമായിട്ട് ഉത്തരവാദിത്ത ബോധമില്ലാത്ത ചെലവഴിക്കുന്നത് കാണുന്നില്ലേ? കവി ചോദിക്കാണ്, വഖദ് നുസിജത് അക്ഫാനു വഹുവ ലാ യദ്രി. വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. വഖദ് നുസിജത് അക്ഫാനു, അവന്റെ കഫൻ പുടവ നെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വഹുവ ലാ യദ്രി, ഇതിനെക്കുറിച്ച് അവന് യാതൊരു ബോധവുമില്ല. സഹോദര, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷേ പുതിയ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് നാം ടെക്സ്റ്റൈൽസിലേക്ക് പോകുമ്പോൾ, വസ്ത്രശാലയിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് വസ്ത്രങ്ങൾ പരതിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ഷെൽഫിൽ നിന്ന് നമ്മുടെ കഫൻ പുടവ നമ്മെ നോക്കി ചിരിക്കുന്നുണ്ടാവും. മോനെ, നീ യഥാർത്ഥത്തിൽ ഈ വിലപിടിപ്പുള്ള ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ ഫാഷൻ ഡ്രസ്സുണ്ടല്ലോ, ഈ ഡ്രസ്സല്ല നീ അണിയാൻ പോകുന്നത്. നീ അണിയാൻ പോകുന്നത് എന്നെയാണ്. ഞാനാകുന്ന കഫൻ പുടവയാണ് നാളെ കാലത്ത് നിന്റെ ശരീരത്തെ അണിയിക്കാൻ പോകുന്നത് എന്ന് തൊട്ടടുത്ത ഷെൽഫിൽ നിന്ന് അവൻ്റെ കഫൻ പുടവ അവനോട് പറയുന്നുണ്ടാവും. ശരിയല്ലേ? ഇങ്ങനെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്നത്? ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് മരിക്കാൻ ഇഷ്ടമല്ല. ഞാൻ മരണത്തെ മാറ്റിവെക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. മരണത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ്. അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ് ജീവിതം. പിന്നെ അതോടൊപ്പം മരിക്കും എന്നുകൂടി ആലോചിച്ചിട്ട് പിന്നെ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക പലപ്പോഴും. മരണത്തെക്കുറിച്ച് പറയാൻ പേടി, അപകടങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഭയം. മക്കളോട് മരണത്തെക്കുറിച്ച് പറയരുതെന്ന് ചില മാതാപിതാക്കൾ. കാരണം അവർ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാലോ എന്ന പേടിയാണ്. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാവോ പിതാവോ മരണപ്പെട്ടാൽ മക്കൾ മയ്യത്ത് കുളിപ്പിക്കാൻ സന്നദ്ധരാവുന്നില്ല. എല്ലാ ദിവസവും സ്വയം കുളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഉമ്മാന്റെയും വാപ്പാന്റെയും മയ്യത്ത് കുളിപ്പിക്കാൻ സന്നദ്ധരാവുന്നില്ല. ആർക്കും അറിയില്ല മയ്യത്ത് കുളിപ്പിക്കാൻ. പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, നാട്ടുമ്പുറത്തൊക്കെ ചില ആളുകളുണ്ടാവും മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവർ. അത് വല്ലാത്തൊരു അറിവാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളെ കൊണ്ടുവന്ന് അവരാണ് മയ്യത്ത് കുളിപ്പിക്കുക. പലപ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കൂട്ടത്തിലൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ കാണാം. എന്താണ് ഇതിങ്ങനെ അറിയാതെ പോകുന്നത്? ദിവസവും കുളിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം എന്ന് മാത്രം അറിയുന്നില്ല? കാരണം മറ്റൊന്നുമല്ല, ഈ മയ്യത്തിനെ തൊട്ടാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ മാനസിക പ്രശ്നങ്ങൾ മയ്യത്തുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും കൊണ്ടു നടക്കാൻ. അതാണ് യഥാർത്ഥ കാരണം. പക്ഷേ നാം ഓർക്കേണ്ടതില്ലേ, അടുത്തത് ഞാനായിരിക്കാം, ഏത് നിമിഷവും ഈ അവസ്ഥയിൽ മരണപ്പെടേണ്ടവനാണ് താൻ എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ഒരിക്കൽ സഹാബത്തിനെ മുൻനിർത്തിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, വരാനിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച്. ഈ സമുദായത്തെ ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടിയിട്ട് ഭക്ഷണം വാരിയെടുക്കുന്ന പോലെ
ഈ സമുദായത്തിലേക്ക് പലരും കൈനീട്ടിയിട്ട് ഈ സമുദായത്തെ ഒന്നുമല്ലാതെയാക്കി നശിപ്പിച്ചു കളയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ ഈ സമുദായത്തിന് നേരെ പലതരം അപകടങ്ങളുടെ കരങ്ങളും നീണ്ടുവരും എന്ന് പറഞ്ഞു. പലതരം ശത്രുതകൾ, പല വിധത്തിലും സമുദായത്തെ കൈയിട്ട് വാരുന്നവർ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു, അല്ല, നിങ്ങൾ അന്ന് എണ്ണത്തിൽ വളരെ കൂടുതലുണ്ടാകും. ഇന്ന് തന്നെ ആലോചിച്ച് നോക്കൂ, 650 കോടിയാണ് ഇന്നത്തെ ലോക ജനസംഖ്യ. ഈ ജനസംഖ്യയിൽ 1/5 120 കോടിയിലേറെ വരുന്ന 130 കോടിയോളം വരുന്ന വലിയൊരു ജനസമൂഹം ഇസ്ലാമിക സമൂഹമാണ്, മുസ്ലിങ്ങളാണ്. ഇങ്ങനെയൊരു സമൂഹം ഒരുപക്ഷെ ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. 130 കോടിയോളം വരുന്ന ഒരു മഹാസമൂഹം, അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. 60-70ഓളം രാഷ്ട്രങ്ങളുണ്ട്, സൈനിക സജ്ജീകരണങ്ങളുണ്ട്, ഇഷ്ടംപോലെ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, എല്ലാം നമ്മുടെ കൈവശമുണ്ട്, ഒന്നിലൊരു കുറവുമില്ല. അപ്പൊ വീണ്ടും സഹാബത്ത് ചോദിച്ചു, പിന്നെ എന്താണ് റസൂലെ ഈ സമുദായത്തെ ബാധിക്കുന്ന വിപത്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 2 വഹനുകൾ, 2 ദൗർബല്യങ്ങൾ പിടികൂടുന്ന അവസ്ഥയുണ്ടാകും. വമൽ വഹനു യാ റസൂലല്ലാ, എന്താണ് പ്രവാചകരെ ആ ദൗർബല്യങ്ങൾ? 2 എണ്ണമാണ്. ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. അതിലൊന്ന് ദുനിയാവിനോടുള്ള അമിതമായ പ്രേമമായിരിക്കും. രണ്ടാമത്തേത് മരണത്തെക്കുറിച്ചുള്ള അമിതമായ വെറുപ്പും, മരണത്തിൽ നിന്ന് ഓടിയൊളിക്കാനുള്ള ആഗ്രഹം, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം. അങ്ങനെ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള നെട്ടോട്ടത്തിനിടയിൽ മരണമാകുന്ന യാഥാർത്ഥ്യത്തെ മറക്കുവാനാണ് നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവിക്കുക. വളരെ ശരിയല്ലേ ഈ പറഞ്ഞു വെച്ചത്? എന്താണ് നമ്മുടെ അവസ്ഥ? ഇത്രമാത്രം ആൾക്കൂട്ടവും ഭൗതിക വിഭവങ്ങളും കൈവശമുണ്ടായിട്ടും നാനാഭാഗത്തു നിന്നും ശത്രുക്കൾ കൈയിട്ട് വാരുന്ന അവസ്ഥ എന്തുകൊണ്ട് നാം അനുഭവിക്കുന്നു? ആലോചിച്ച് നോക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമുക്കറിയാം വളരെ പരിമിതമായ ഒരു സംഘമാണ് ഉണ്ടായത്. ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ 100,000-ൽ പരം അനുയായികളാണല്ലോ അവിടെ ഒരുമിച്ച് കൂടിയത്. അതുപോലെ യുദ്ധങ്ങളിൽ 100കളും അതുപോലെ 1000ങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇസ്ലാമിക ഭടന്മാരായിട്ട്. പക്ഷെ അവരെ തോൽപ്പിക്കുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. എന്തായിരുന്നു കാരണം? അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ജീവിതത്തെക്കാളേറെ മരണത്തെ സ്നേഹിക്കുന്നവരായി അവർ മാറിയിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെ തോൽപ്പിക്കാം? സാധാരണഗതിയിൽ ആളുകൾ യുദ്ധം ചെയ്യുന്നത് ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടുവാൻ, അല്ലെങ്കിൽ അധികാരം നേടിയെടുക്കുവാൻ, സ്ഥാനമാനങ്ങൾ പങ്കുവെക്കുവാൻ ഒക്കെയാണല്ലോ. ഇന്നും ആ നിലക്കാണ് യുദ്ധം നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഭൗതികമായ ഒരു താല്പര്യവുമില്ലാത്ത ആളുകൾ യുദ്ധം ചെയ്യുമ്പോൾ അവരെ പിന്നെ എങ്ങനെ തോൽപ്പിക്കും? അതാണ് പറഞ്ഞത്. പലരും വിലയിരുത്തി പറഞ്ഞു, ജീവിതത്തെക്കാളേറെ മരണത്തെ സ്നേഹിക്കുന്ന ഒരു സൈന്യത്തെ, ഒരു സമൂഹത്തെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ സാധിക്കാം? സാധ്യമല്ലല്ലോ. കാരണം നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി ആരംഭിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ കാഴ്ചപ്പാടിലാണ് മരണത്തെയും മരണാനന്തരത്തെയും നാം നോക്കിക്കാണേണ്ടത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീക്ഷണത്തിലാണ് മരണചിന്ത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മെ ഉണർത്തിയത്. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരു സംഘം യുവാക്കൾ വഴിയിലിരുന്ന് സൊറ പറയാൻ, വെടിപറഞ്ഞ് സമയം കളയുന്ന, പൊട്ടിച്ചിരിക്കുന്ന ഒരു സംഘം യുവാക്കൾ. ഇവരെ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ചെന്ന് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. യുവാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണം. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഈ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമുക്ക് കാണാൻ പറ്റും. അതിനാൽ മരണചിന്ത വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എപ്പോഴാണ് മനുഷ്യൻ മരിക്കണ്ടെന്ന് ആഗ്രഹിച്ചു പോകുന്നത്? ഒന്നുകിൽ ഭൗതികമായ താല്പര്യങ്ങളാൽ. മറ്റൊരു കാരണം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഈ വേദക്കാരെക്കുറിച്ച്, വിശേഷിച്ചും യഹൂദികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നു. യഹൂദികൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് വാദിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ, ഞങ്ങളെ കഴിച്ചേ മറ്റാരും ഉള്ളൂ, ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, ഞങ്ങൾ മാത്രമാണ് ഹിദായത്തിൻ്റെ ആളുകൾ,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സവർണ മനസ്സ് വെച്ചു പുലർത്തിയിരുന്നു അവരെ. അപ്പൊ അവരെക്കുറിച്ചാണ് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, താങ്കൾ യഹൂദരുടെ അടുക്കൽ പോയിട്ട് ചോദിക്കൂ, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ് മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുന്തും സാദിഖീൻ. ഏ യഹൂദികളെ, സ്വയം യഹൂദ് എന്ന പേര് സ്വീകരിച്ചവരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ഉറ്റമിത്രങ്ങളാണ്, വലിയുകളാണ് എന്നാണല്ലോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കട്ടെ, ഫതമന്നവുൽ മൗത്ത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുമോ? ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്ന് ചോദിക്കണ്ടായി. വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം, അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ അതിന് മറുപടി പറയുന്നു. വലാ യതമന്നൗനഹു അബദ, ഇല്ല, ഒരിക്കലും അവർ മരിക്കാൻ ആഗ്രഹിക്കില്ല. എന്താ കാരണം? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. അങ്ങനെ പറയാറില്ലേ, കയ്യിരിപ്പ് ശരിയല്ല. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊക്കെയും അബദ്ധമാണ്. നേരെ നരകത്തിലേക്ക് ടിക്കറ്റ് കിട്ടുന്ന പണികളാണ് ഈ മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയത്. അള്ളാഹുവിൽ പങ്കുചേർത്തു, പൗരോഹിത്യത്തിനനുസരിച്ച് ജീവിതത്തെ മാറ്റിമറിച്ചു, വേദഗ്രന്ഥത്തിൽ തിരുത്തലുകൾ വരുത്തി, പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ കൃത്രിമങ്ങളും അതിക്രമങ്ങളുമാണ് അള്ളാഹുവിന്റെ ദീനിൽ അവർ കടത്തിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറയുന്നത്, ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. ആ വിധത്തിലുള്ള തിന്മകളാണ്, ധിക്കാരങ്ങളാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിശ്ചയം ഈ മരണമുണ്ടല്ലോ, നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണം, ഫഇന്നഹു മുലാഖീകും, നിശ്ചയം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഉറപ്പാണ്. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലാത്ത, വളരെ കൃത്യമായും സംഭവിക്കുന്ന ഒന്ന് മാത്രമാണ് മരണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. നമ്മോട് ഈ സമയത്ത് വന്ന് പറയാൻ, അടുത്ത നിമിഷം നിന്നെ പിടികൂടാൻ വേണ്ടിയിട്ട് അസ്രായേൽ വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരോടും എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഞാൻ റെഡിയാണ് എന്ന് പറയാൻ സന്നദ്ധതയുള്ളവരാരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഒരു 100 കൊല്ലം ആയുസ് ലഭിച്ചെന്ന് കരുതുക, എങ്കിൽ നാം റെഡി ആയിരിക്കുമോ? അല്ലാഹു തആല അങ്ങനെ പറയുന്നുണ്ട്, ദുനിയാവ് ജീവിച്ച് ജീവിച്ച് മതിവരാത്ത ആർത്തിയോടുകൂടി കഴിച്ചു കൂട്ടുന്നവർ, ലൗ യുഅമ്മറു അൽഫ സന വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി ലൗ യുഅമ്മർ. അല്ലാഹു തആല പറയുന്നു, 1000 വർഷം ഒരാൾക്ക് അല്ലാഹു തആല ആയുസ് നൽകിയാലും അവൻ യഥാർത്ഥത്തിൽ അവന്റെ കാഴ്ചപ്പാടുകൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഒരടി പോലും അവന് പിറകോട്ട് വരാൻ കഴിയില്ല. 1000 കൊല്ലം കിട്ടിയാൽ ആയിരക്കണക്കിന് തിന്മകൾ ചെയ്യും. ഇതാണ് പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിനാൽ ഉള്ള ആയുസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയോജനകരമായിട്ടുള്ളത്. സത്യവിശ്വാസികൾ ബോധപൂർവം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു തആല ഉണർത്തുന്നുണ്ടല്ലോ, വൽ ബാഖിയാതു സ്സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അല്ലാഹുവിങ്കൽ തീർച്ചയായും നന്മയായിട്ടുള്ളത്, അല്ലാഹുവിങ്കൽ വളരെ മഹത്തായ പ്രതിഫലം കാക്ഷിക്കാവുന്നത്, അവശേഷിക്കുന്ന സുഹൃതങ്ങൾ ബാഖിയാത്തു സ്വാലിഹാത്തിന് മാത്രമാണ് എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. നന്മകൾ ചെയ്യുക, ചെയ്തവർക്ക് തീർച്ചയായും അവിടെ അനുഗ്രഹം ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഉണർത്തി. ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറഹു വ ഹസുന അമലഹു. ആരാണ് ഏറ്റവും നല്ലവൻ? ദീർഘായുസ് ലഭിക്കുകയും ലഭിച്ച ദീർഘായുസിൽ നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്തവനാണ്. ചീത്ത മനുഷ്യൻ ആരാണ്? മൻ ത്വാല ഉംറഹു വ സാഅ അമലുഹു, കർമ്മങ്ങൾ മോശമാക്കിയവനാണ്. ദീർഘായുസ് ലഭിച്ചിട്ടും വളരെ മോശമായിട്ട് ജീവിച്ച മനുഷ്യനാണ് തീർച്ചയായിട്ടും അല്ലാഹുവിങ്കൽ നശിച്ചവൻ എന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ടായി. മരണത്തോടു കൂടി മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞല്ലോ, പള്ളിപ്പറമ്പിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ വാപ്പയും വലിയുപ്പയും തുടങ്ങിയിട്ട് ഒരുപാട് തലമുറകൾ അവിടെ വിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന പോലെ യംശൂന ഫീ മസാക്കിനിഹിം, അവരിപ്പോ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെയും യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്?
നമ്മുടെ പൂർവ്വ സമൂഹത്തിൻ്റെ ഖബറിടങ്ങളിലൂടെയാണ് നാം നടക്കുന്നത്. അവർ ജീവിച്ച് കടന്നുപോയല്ലോ. ഒരുപക്ഷെ ഈ പള്ളിപ്പറമ്പുകൾ മാത്രമല്ല, ഏതൊക്കെയോ സംസ്കാരങ്ങളും ഏതൊക്കെയോ തലമുറകളും ജനസമൂഹങ്ങളും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? അവരുടെയൊക്കെ ശ്മശാനങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം ഇപ്പോൾ നടന്നു പോകുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പള്ളിപ്പറമ്പ് മാത്രമല്ല ഭയപ്പെടുത്തുന്നത്, ഈ ലോകം തന്നെ, ലോകം മുഴുവനും ശ്മശാന ഭൂമിയാണ് എന്ന് പറയേണ്ടി വരും. യംശൂന ഫീ മസാക്കിനിഹിം, അവരുടെ ശ്മശാന ഭൂമിയിലൂടെയല്ലേ ഇപ്പോൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ നടക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അവരുടെ അതേ വഴിയിലൂടെ തന്നെ കടന്നു പോവുക എന്നത് മാത്രമാണ് നമുക്കും ചെയ്യാനുള്ളത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് ഖബർ സന്ദർശനം പ്രത്യേകം സുന്നത്താക്കിയത്. ആദ്യഘട്ടത്തിൽ അത് പ്രോത്സാഹിപ്പിച്ചില്ല. എന്തായിരുന്നു കാരണം? ഇസ്ലാമികമായ ആദർശ പക്വത സത്യവിശ്വാസികൾക്ക് കൈവരുന്നതിന് മുമ്പ് ഖബറിടങ്ങൾ സന്ദർശിക്കേണ്ട എന്ന് പറഞ്ഞു. കാരണം ഖബറിടത്തിൽ ചെന്നുകൊണ്ട് അനിസ്ലാമിക കാലഘട്ടത്തിലെ ജാഹിലിയ സമ്പ്രദായങ്ങൾ അനുസരിച്ച് മാറത്തടച്ച് കരയുകയും മാറ് വലിച്ചു കയറുകയും ചെയ്തുകൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു അവർ ഖബറിടങ്ങളിൽ. അതുകൊണ്ട് ഖബർ സന്ദർശനം നിരോധിച്ചു. പിന്നീട് ഇസ്ലാമികമായ പക്വത നേടിയപ്പോൾ ആ നിയമം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി. പിന്നീട് പറയാണ്, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം നിങ്ങൾക്ക് ഞാൻ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഫസൂറുഹ, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ. എന്താ കാരണം? ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ വതുരിഖുൽ ഖൽബ്, ഈ ഖബർ സന്ദർശനം നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തും. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, മനസ്സിനെ കൂടുതൽ നിർമ്മലമാക്കുവാൻ, സൗമ്യമാക്കി മാറ്റുവാൻ തീർച്ചയായും ഖബർ സന്ദർശനം പ്രയോജനപ്പെടും. ഞാനും ചെന്ന് കിടക്കേണ്ടതാണല്ലോ ഇവിടെ എന്ന ബോധം തീർച്ചയായും സത്യവിശ്വാസിയിൽ ഉണ്ടാകും. മരണത്തിന് മുമ്പ് തന്നെ മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവും. മാത്രമല്ല, ഈ മരിക്കേണ്ട ഞാൻ എന്തിനാണ് ഇങ്ങനെ വാശിയും വിദ്വേഷവും പകയും അസൂയയും കൊണ്ടു നടന്നിട്ട് ഈ ജീവിതം എന്തിന് കളയണം എന്ന തിരിച്ചറിവ് തീർച്ചയായും അപ്പോൾ സത്യവിശ്വാസിക്കുണ്ടാകും എന്നാണ് ഉണർത്തുന്നത്. ഖബറിടത്തിലേക്ക് ചെല്ലുമ്പോൾ നാം ഓരോരുത്തരും അവർക്ക് സലാം പറയാറില്ലേ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നമ്മളൊക്കെ പറയും, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ വീടുകളിലുള്ള വിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് നാം സലാം പറയുന്നു. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നവരാണ്. ഞങ്ങളിപ്പോ ക്യൂവിലാണ് എന്നർത്ഥം. ഏത് നിമിഷവും നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവോട് ഞങ്ങൾ സൗഖ്യത്തെ തേടുന്നു, ചോദിക്കുന്നു എന്ന് ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. അത് സുന്നത്താണ്. ആരുടെ ഖബറും സന്ദർശിക്കൽ സുന്നത്താണ്. ഖബറിൽ ഉള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുവോട് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് തേടുക എന്ന ഉദ്ദേശത്തിൽ മാതാപിതാക്കളുടെ, അതുപോലെ സഹോദരങ്ങളുടെ, സുഹൃത്തുക്കളുടെ, ആരുടെയും ഖബറിടങ്ങൾ സന്ദർശിക്കുവാൻ സത്യവിശ്വാസികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിയാമല്ലോ എന്താണ് മരണം, മരണത്തിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയായിരിക്കും? പടച്ചതമ്പുരാൻ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും മനുഷ്യനെ കൊണ്ടുപോയി നരകത്തിലിടണം എന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണമാകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഉള്ളുകള്ളികളെക്കുറിച്ചൊക്കെ പടച്ചതമ്പുരാൻ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ സൂറത്തുൽ അൻആം 93-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം, മരണത്തിൻ്റെ ഒരവസ്ഥ. ആരുടെ മരണമാണത്? സത്യനിഷേധിയുടെ, അതല്ലെങ്കിൽ മ്ലേച്ഛമായി ജീവിച്ച മ്ലേച്ഛാത്മാവിൻ്റെ, ആ മനുഷ്യന്റെ മരണം എന്തായിരിക്കും? വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, പ്രവാചക താങ്കളെങ്ങാൻ കണ്ടിരുന്നെങ്കിൽ, ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അക്രമികളായിക്കൊണ്ട് പടച്ചതമ്പുരാനെ നിഷേധിച്ചുകൊണ്ട് ധിക്കാരികളായി ജീവിച്ച ആളുകൾ ഗമറാത്തിൽ മൗത്തിൽ അഥവാ സക്രാത്തുൽ മൗത്തിൽ എത്തിപ്പെടുന്ന വേള, വൽ മലായികത്തു ബാസിതു ഐദിയഹും, മലക്കുകൾ അവർക്ക് മുമ്പിൽ, കിങ്കരന്മാരായ മലക്കുകൾ അസ്രായീലിന്റെ നേതൃത്വത്തിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അഖ്രിജു അൻഫുസക്കും, എന്നിട്ട് പറയും പുറത്തു വരൂ. അഖ്രിജു അൻഫുസക്കും, സ്വയം പുറത്തേക്ക് വരുന്നതാണ് നല്ലത്.
ശരീരത്തിന്റെ അകത്തേക്ക് ഉൾവലിയാൻ ശ്രമിക്കുന്ന ആത്മാവിനോടാണ് മലക്കുകൾ പറയുന്നത്, അഖ്രിജു അൻഫുസക്കും, സ്വയം പുറത്തേക്ക് വരൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചിറക്കും. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിങ്ങൾക്കിന്ന് നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് നിങ്ങൾ എത്ര അസത്യങ്ങളാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത്. വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, മാത്രമല്ല അള്ളാഹുവിന്റെ ആയത്തുകളെക്കുറിച്ച്, അവന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, അവന്റെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ അഹങ്കരിക്കുകയായിരുന്നു, അഥവാ പുറംതിരിഞ്ഞ് നടന്നു കളയുകയായിരുന്നില്ലേ? സത്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ പുറംതിരിഞ്ഞ് പോയിക്കളയുവാനാണ് ശ്രമിച്ചത് എന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അന്ത്യം വളരെ ഗുരുതരമായ അവസ്ഥയിലായിരിക്കും എന്ന് അല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നു. എങ്ങനെയായിരിക്കും അക്രമികളുടെ മരണഘട്ടം, മരണത്തിന്റെ അവസ്ഥ? പരുത്തിയിൽ പൊതിഞ്ഞു വെച്ച മുള്ളിന്റെ കമ്പ് പുറത്തേക്ക് വലിച്ചൂരിയെടുത്താൽ എങ്ങനെയിരിക്കും? ആ പരുത്തി ചിന്ന ഭിന്നമായി ആ മുള്ളിന്റെ കമ്പിൽ അവിടെയും ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കും. എന്ന പോലെ മുറിഞ്ഞ് തറിഞ്ഞ അവസ്ഥയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ദുഷിച്ച മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു വലിച്ച് പുറത്തേക്കെടുക്കും. ഇങ്ങനെയാണ് ഹദീസിൽ ആ മനുഷ്യന്റെ മരണാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. സക്കറാത്തുൽ മൗത്ത്, വല്ലാത്തൊരവസ്ഥയല്ലേ അത്? സത്യവിശ്വാസികൾ അത്തരമൊരവസ്ഥ ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത നിലപാടുകളും ശരിയാണെങ്കിൽ മാത്രം. ഇങ്ങനെ ഒരവസ്ഥ ഏറ്റുവാങ്ങേണ്ടി വരുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ ഈ ആത്മാവിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ കൂടി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ, ഓരോ മലക്കും ഈ ആത്മാവിനെ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കും. നീ കൊണ്ടുപോയിക്കൊള്ളൂ. സ്വീകരിക്കാൻ ആരും സന്നദ്ധരല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. അവസാനം ദുർഗന്ധം വമിക്കുന്ന ഒരുതരം പുതപ്പിൽ പൊതിഞ്ഞുകൊണ്ട് വാനലോകത്തേക്ക് ഈ ആത്മാവിനെ ഉയർത്തുവാൻ ശ്രമിക്കുമത്രേ. പക്ഷേ എങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടും വാനലോകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സന്നദ്ധമല്ല. ആരുടെ ആത്മാവാണിത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നാലിന്ന മനുഷ്യൻ്റെതാണ്. അയാളുടെ ജീവിത രീതി എന്തായിരുന്നു? തികച്ചും തിന്മകൾ നിറഞ്ഞ പടച്ചതമ്പുരാനെ ധിക്കരിച്ചുകൊണ്ടുള്ളതായിരുന്നു. എങ്കിൽ ലാ മർഹബം ബിക്കും, ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് സ്വാഗതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മ്ലേച്ഛാത്മാവിനെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ, ഖബറിലേക്ക് തന്നെ മടക്കുമത്രേ. അതേസമയം വിശുദ്ധാത്മാവിന്റെ അവസ്ഥയോ, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, നല്ലവരായ വിശുദ്ധരായ ആളുകളുടെ അവസ്ഥ. വിശുദ്ധമായ ജീവിതം നയിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അവസരം കാത്തു കഴിയുന്ന ആളുകളുടെ അവസ്ഥ. യഖൂലൂന സലാമുൻ അലൈക്കും, ആ മലക്കുകൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്യുമത്രേ. ഉദ്ഖുലുൽ ജന്ന, നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളുടെ കർമ്മങ്ങൾ നിമിത്തം. അങ്ങനെയുള്ള ഉത്കൃഷ്ടമായ ജീവിതമല്ലേ നിങ്ങൾ നയിച്ചത്? എന്തൊക്കെ ആഗ്രഹങ്ങളും എന്തൊക്കെ മോഹങ്ങളുമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ വേണ്ടിയിട്ട് മാറ്റിവെക്കുവാൻ സന്നദ്ധരായത്? ആ ഒരു കാരണത്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. മരണത്തിന്റെ വേളയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകൾ അവർക്ക് മുമ്പിൽ സ്വർഗ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമത്രേ. അവിടെ വെച്ച് തന്നെ അറിയാം എങ്ങോട്ടാണ് എൻ്റെ യാത്ര. നരകാവകാശിയാണെങ്കിൽ നരകക്കാഴ്ചകളും സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗക്കാഴ്ചകളും കാണിക്കപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിധത്തിൽ നേരെ സ്വർഗക്കാഴ്ചകളിലേക്ക്, സ്വർഗീയ അനുഭൂതികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി നിൽക്കുന്ന അതിഥിയെ കൊണ്ടുപോകുവാൻ വഴി കാണിക്കാൻ വേണ്ടി വരുന്ന ആളെപ്പോലെ ആ വിധത്തിൽ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ ഇദ്ദേഹത്തിന്റെ ആത്മാവുമായിട്ട് അവർ പോകുന്നു. എങ്ങോട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം മത്സരിക്കുകയാണ്. എനിക്ക് വേണം ആ വിശുദ്ധാത്മാവിനെ എന്ന് മലക്കുകൾ ആ ആത്മാവിനെ വഹിക്കുവാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുമത്രേ. അങ്ങനെ ഓരോ ആകാശങ്ങളിലേക്കും ആ ആത്മാവ് ഉയർത്തപ്പെടുന്നു. ആരുടെ ആത്മാവാണിത്?
വിശുദ്ധനായി ജീവിതം നയിച്ച അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയുടെ ആത്മാവാണ് എങ്കിൽ മർഹബൻ മർഹബൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യപ്പെട്ട് എല്ലാ ആകാശങ്ങളിലേക്കും അവർക്ക് വാതിൽ തുറക്കപ്പെടുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ആ ആത്മാവിനെയും ഖബറിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരും. അല്ലാഹു തആല പറയുമത്രേ, ഞാൻ അവനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് മണ്ണിലേക്ക് തന്നെ അവൻ മടങ്ങട്ടെ എന്ന് പറയും. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഉള്ള ഘട്ടത്തിൽ സത്യവിശ്വാസികളായ മനുഷ്യർക്ക് മുമ്പിൽ ഈ വിശുദ്ധമായ സ്വർഗീയ കാഴ്ചകളോടൊപ്പം കഴിച്ചുകൂട്ടാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതേസമയം നാം ആലോചിച്ച് നോക്കൂ, ഈ മരണപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന മനുഷ്യന്റെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇങ്ങനെ ഉണർത്തിയിട്ടുണ്ട്. യത്ബഉൽ മയ്യിത്ത സലാസുൻ, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരും. അഹ്ലുഹു വ മാലുഹു വ അമലു, അവന്റെ കുടുംബവും അതേപോലെ അവന്റെ സമ്പത്തും അവന്റെ കർമ്മങ്ങളും അവനെ പിന്തുടരുക തന്നെ ചെയ്യും. ഫയർജിഉ ഇസ്നാൻ, അതിൽ 2 തിരിച്ചു വരും. വയബ്ഖ വാഹിദ്, 1 മാത്രം അവനോടൊപ്പം ശാശ്വതമായി നിലകൊള്ളുകയും ചെയ്യും. ഇങ്ങനെ പറയാണ്, ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകുന്ന വേളയിൽ സ്വാഭാവികമായിട്ടും അവന്റെ ഉമ്മയും വാപ്പയും മക്കളും തുടങ്ങി ബന്ധുമിത്രാദികളൊക്കെയും അവന് വേണ്ടി കണ്ണുനീര് പൊഴിക്കുന്നുണ്ടാവും. അങ്ങനെ കുറെ ആളുകൾ, വലിയ ഒരു സംഘം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം ഖബറിടത്തിലേക്ക് കാലടികൾ വെച്ചുകൊണ്ട് നീങ്ങും. അതോടൊപ്പം തന്നെ ആള് കൂടുതൽ സമ്പന്നനും പൊതുകാര്യ പ്രസക്തനും ആൾക്കൂട്ടത്തിൽ അറിയപ്പെട്ടവനുമൊക്കെ ആണെങ്കിൽ വലിയ ഒരു പുരുഷാരം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ അനുഗമിക്കാനുണ്ടാകും. അങ്ങനെ ആ മനുഷ്യൻ ഖബറിടത്തിലേക്ക് എത്തുമല്ലോ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയനുസരിച്ച് ആ മനുഷ്യനെ അവർ മണ്ണിനടിയിലേക്ക് ഇറക്കി വെക്കുന്ന രംഗമുണ്ട്. അങ്ങനെ മണ്ണിൽ ഇറക്കി വെച്ചുകൊണ്ട് അതിനുശേഷം തൻ്റെ കുടുംബം, എല്ലാമായിരുന്ന വാപ്പയും ഉമ്മയും വിട്ടുപിരിഞ്ഞതിൽ സങ്കടപ്പെടുന്ന കുടുംബം അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇവിടെ നമ്മൾ പ്രത്യേകം ആലോചിക്കണം, എങ്ങനെയായിരുന്നു ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതം? മക്കളോടുള്ള പെരുമാറ്റം എന്തായിരുന്നു? മരുമക്കളോടുള്ള പെരുമാറ്റം എന്തായിരുന്നു? അമ്മയും മരുമക്കളും അതുപോലെ തന്നെ സഹോദരി സഹോദരങ്ങളും അയൽവക്കക്കാരും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവരെയൊക്കെയും വിട്ടേച്ചുകൊണ്ട് എന്തിനായിരുന്നു ഇന്നലെ വരെ തമ്മിലടിച്ചത്? സ്വത്ത് തർക്കങ്ങളും അതുപോലെ സൗന്ദര്യപ്പിണക്കങ്ങളുമായിട്ട് എന്തിനു വേണ്ടിയാണ് ജീവിതം തുലച്ചുപോയത് എന്ന് മരണപ്പെട്ടുപോയ ഈ മനുഷ്യന്റെ ജഡം കാണുമ്പോൾ ഈ മയ്യത്തിനെ നോക്കിക്കൊണ്ട് വിലപിക്കുവാൻ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കൂ. വെറുതെ വാശി പിടിച്ച് ബന്ധങ്ങൾ വഷളാക്കി എന്തൊക്കെയോ അനാവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചെയ്തും നാളുകൾ കഴിച്ചുകൂട്ടിയില്ലേ? ഇപ്പൊ കണ്ടോ, ആർക്കും വേണ്ടാതെ ഈ മനുഷ്യൻ കിടക്കാണ്. ഇതാണ് സംഭവിക്കുക. യർജിഉ ഇസ്നാൻ, അങ്ങനെ ഖബറിടത്തിൽ നിന്ന് 2 കാര്യങ്ങൾ തിരിച്ചു പോകും. എന്തൊക്കെയായിരിക്കും അത്? അഹ്ലുഹു വ മാലുഹു, അവന്റെ കുടുംബവും അതേപോലെ തന്നെ അവന്റെ സമ്പത്തും. കുടുംബം, മക്കളും ബന്ധുമിത്രാദികളും 3 ദിവസമാണല്ലോ താസിയത്തിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടത്. ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് 3 ദിവസം ദുഃഖാചരണത്തിന്റെ ദിവസങ്ങളാണ്. 3 ദിവസം കഴിഞ്ഞാലോ കുടുംബാംഗങ്ങളൊക്കെ അവരുടേതായ ജോലികളിലേക്കും വീടുകളിലേക്കും പിരിഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം അങ്ങനെ ദുഃഖിച്ചിരുന്ന് നിരാശപ്പെട്ട് ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതേസമയം ഭർത്താവ് മരണപ്പെട്ട ഭാര്യയാണെങ്കിൽ അവർക്ക് 4 മാസവും 10 ദിവസവും ദുഃഖാചരണത്തിന് വേണ്ടി ഇദ്ദ എന്ന നിലക്ക് ഇസ്ലാം അനുശാസിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ നിലയിൽ ദുഃഖത്തിന്റെ ദിനങ്ങൾ കഴിഞ്ഞ്, അഥവാ മനസ്സിലൊരു നീറ്റലും അസ്വസ്ഥതയുമൊക്കെ ആയിട്ട് വീണ്ടും നാം ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വാപ്പയുടെ ഉമ്മയുടെ സമ്പത്ത് ഓഹരി വെക്കുന്ന തിരക്കിലാവും പിന്നെ മക്കൾ. അങ്ങനെയാണല്ലോ. മരണത്തോടുകൂടി പിന്നെ എനിക്ക് എന്റേതെന്ന് പറയാൻ എന്താണുള്ളത്? ഇപ്പോൾ ഞാൻ മരിച്ചു വീഴുകയാണെങ്കിൽ എന്റെ പോക്കറ്റിലെ കാശ് ആർക്കുള്ളതാണ്? അറിയില്ല. ആരായിരിക്കും അത് ഉപയോഗിക്കുക? ചിന്തിച്ചു നോക്കൂ. എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ ലോക്കറിലെ പൊന്ന്, അതുപോലെ എൻ്റെ കൃഷിയിടങ്ങൾ, എൻ്റെ എസ്റ്റേറ്റുകൾ, എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ, എൻ്റെ ജോലി എല്ലാം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടല്ലേ? ഒന്നും എൻ്റെ കൂടെയില്ല. ഖബറിടത്തിൽ ഇറക്കി വെക്കുന്നതോടുകൂടി തന്നെ എന്നെ വിട്ടതൊക്കെ പിരിഞ്ഞു പോവണം. പിന്നെ അനന്തരാവകാശികൾ ആരാണോ അവരത് പങ്കിട്ടെടുക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചത് സഹാബത്തിനോട്, നിങ്ങളിൽ ആർക്കാണ് സ്വന്തം സമ്പത്തിനേക്കാളും തൻ്റെ അനന്തരാവകാശിയുടെ സമ്പത്തിനോട് സ്നേഹമുള്ളത് എന്ന് ചോദിച്ചു.
സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ നിങ്ങളിൽ ആരാണ്? സഹാബിമാരുടനെ പറഞ്ഞു, ഏയ് ഞങ്ങളാരും അങ്ങനെയല്ല, ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അല്ലെങ്കിലും അന്യരുടെ സമ്പത്ത് ഞങ്ങൾ എന്തിനാഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ അറിയുമോ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയാവുന്നത് നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ച് കഴിഞ്ഞ സമ്പത്താണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും നിങ്ങളുടേതല്ല. എങ്ങനെ നിങ്ങളുടേതാകും? മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് അനന്തരവന്റെ കയ്യിലേക്ക് പോകാനുള്ളതല്ലേ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചത്. അതിനാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. മരണത്തോടുകൂടി നമ്മ കൈവിട്ട് അനന്തരവന്മാരുടെ കയ്യിലേക്ക് പോകും. അങ്ങനെ ഖബറിടത്തിൽ നിന്ന് ഈ കുടുംബവും അതേപോലെ തന്നെ സമ്പത്തും അയാളെ വിട്ട് പിരിഞ്ഞു പോവാൻ. അങ്ങനെ സമ്പത്ത് പരസ്പരം ഓഹരി വെച്ച് അനന്തരാവകാശികൾ അത് അനുഭവിക്കും. പക്ഷെ അയാളോടൊപ്പം എപ്പോഴും ഒരുമിച്ചുണ്ടാകുന്ന ഒന്നുണ്ട്. എന്താണത്? വയബ്ഖാ അമലു, അവന്റെ അമലുകളാണത്. അത് അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മ്ലേച്ഛ ആത്മാവാണെങ്കിൽ, മോശമായി ജീവിതം നയിച്ച് മരിച്ച മനുഷ്യനാണെങ്കിൽ ഖബറിടത്തിൽ ഇയാളുടെ കൂടെ വിരൂപമായ, വികൃതമായ, കാണുമ്പോൾ തന്നെ അറുപ്പും അസ്വസ്ഥതയും ഭയവും തോന്നുന്ന ഒരു രൂപം വരുമത്രേ. എന്നിട്ട് നീ ആരാണ്? നീ എന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത് എന്ന് ഖബറാളി അസ്വസ്ഥപ്പെടുമ്പോൾ, ഖബറിൽ കിടക്കുന്ന ആൾ അസ്വസ്ഥപ്പെടുമ്പോൾ, നിനക്കറിയില്ലേ എന്നെ? ഇത്ര വേഗം മറന്നുപോയോ? ഞാനല്ലേ നിന്റെ കർമ്മങ്ങൾ? ഓർമ്മയില്ലേ നീ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങൾ? എന്തൊക്കെ തിന്മകളാണ് നീ ചെയ്തു കൂട്ടിയത്? ആരൊക്കെയാണ് നീ വഞ്ചിച്ചത്? ആരുടെയൊക്കെ അവകാശങ്ങളാണ് നീ കട്ടെടുത്തത്? ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യൻ ചെയ്തു കൂട്ടിയ, തന്നോടും സമൂഹത്തോടും ചെയ്തു കൂട്ടിയ സകല തിന്മകളും ഇയാൾ എണ്ണി പറയും. ഇപ്പൊ നിനക്ക് എന്നെ മടുത്തു അല്ലേ? സഹിക്കാനേ നിവൃത്തിയുള്ളൂ. ഖിയാമത്ത് വരെ ഈ മനുഷ്യൻ ഈ വിരൂപമായ തൻ്റെ കർമ്മങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടേണ്ടി വരും. അതേ സമയത്ത് ഉത്കൃഷ്ട ജീവിതം നയിച്ച മനുഷ്യനാണെങ്കിലോ ഖബറിടത്തിലെത്തി വിചാരണകൾ കഴിയുമ്പോഴേക്ക് അയാളുടെ അടുക്കൽ വിശുദ്ധമായ വസ്ത്രം ധരിച്ച, നല്ല സുന്ദര മുഖമുള്ള, പ്രസന്നനായ ഒരാൾ വന്നിരിക്കും. എന്നിട്ട് കുശലം പറയാൻ തുടങ്ങും. നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് ഇദ്ദേഹത്തെ ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും കൂടെ തന്നെ ഉണ്ടാകും. ആരാണ് താങ്കൾ? ചോദിക്കുകയാണ് ഖബറിലുള്ള ആള്. അപ്പോൾ പറയുന്ന മറുപടി, നിനക്കെന്നെ അറിയില്ലേ? ഞാനല്ലേ നിന്റെ സൽക്കർമ്മങ്ങൾ. നീ എത്രയാണ് രാത്രി നേരങ്ങളിൽ അള്ളാഹുവെ ഓർത്ത് കരഞ്ഞത്, എത്രയാണ് നീ രാത്രിയിൽ ഉറക്കമിളച്ച് നമസ്കരിച്ചത്. അതേപോലെ തന്നെ നിന്റെ സാമ്പത്തിക ജീവിതത്തിൽ, വ്യക്തി ജീവിത വിശുദ്ധിയിൽ, ധാർമ്മികതയിൽ, നിന്റെ കുടുംബരംഗത്ത്, സാമൂഹിക കാഴ്ചപ്പാടിൽ എല്ലാം നിനക്ക് കൃത്യമായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അംഗീകരിക്കണമെന്നും അത് നിറവേറ്റണമെന്നുമുള്ള അങ്ങേയറ്റത്തെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കൂടെ നിൽക്കുന്നത്. നിന്റെ ആ സൽക്കർമ്മങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ കൂടെ തന്നെ എപ്പോഴും നേരം പോക്കുകൾ പറഞ്ഞ്, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് വിനോദിച്ചുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാകുമെന്നും ഹദീസിൽ പറയുന്നുണ്ട്. ഇവിടെ ഏത് തരക്കാരാവണം നാം എന്നത് വളരെ പ്രധാനമാണ്. എല്ലാവരും കൈവിടും. ആരും കൂട്ടിനില്ലാത്ത ഗുരുതരമായ ഒരവസ്ഥയാണ് തീർച്ചയായും നമുക്ക് നേരെ വരാനിരിക്കുന്നത്. في ثرى الأرض وحيدا في جوار الهالكين وتركت المال والأهل لغيري والبنين. ഏതവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത്? ഫീ സറൽ അർളി വഹീദ, ഈ ചതുപ്പ് നിലത്ത്, ഈ മണ്ണില്, മഴയത്തും വെയിലത്തും തണുപ്പത്തും ചൂടത്തും ആരുമാരും കേൾക്കാനും അറിയാനുമില്ലാത്ത അവസ്ഥയിൽ ഈ മണ്ണിനടിയിൽ കിടക്കുകയാണല്ലോ. മുമ്പ് പള്ളിപ്പറമ്പെന്ന് കേട്ടാൽ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഓടി രക്ഷപ്പെടാറാണ്. രാത്രിയിൽ ഒരിക്കലും അതിൽ സഞ്ചരിക്കാറേ ഇല്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ ഖബറിടത്തിൽ ആരുമാരും കൂട്ടിനില്ലാതെ ഫീ സറൽ അർളി വഹീദ ഫീ ജവാരിൽ ഹാലിക്കീൻ, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാശകാരികളായ പലതരം ഇഴജന്തുക്കൾക്കും ക്ഷുദ്രജീവികൾക്കും ഇടയിൽ, ഒരുപക്ഷെ പാമ്പും തേളും പുഴുക്കളും സ്വന്തം ശരീരത്തിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ, നാവിലൂടെ, വായിലൂടെ പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുന്ന, കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് തട്ടിമാറ്റാൻ പോലും കഴിയാതെ എന്തൊരവസ്ഥയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും അസ്വസ്ഥനാകുന്ന സന്ദർഭമാണത്. മാത്രമല്ല വതറക്തുൽ അഹ്ല വൽ മാൽ,
എൻ്റെ സമ്പത്തും എൻ്റെ കുടുംബവും ഒക്കെ എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ എല്ലാറ്റിനെയും വിട്ടുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ലിഗൈരി വൽ ബനീൻ, പക്ഷേ എനിക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കുടുംബമില്ല, സമ്പത്തില്ല, സന്താനങ്ങളില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒരവസ്ഥ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിന്റെ വേളയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നിസ്സഹായ അവസ്ഥ. എല്ലാവരും പരസ്പരം ഓടിയൊളിക്കുന്ന അവസ്ഥയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. പെറ്റുപോറ്റിയ മാതാവ്, എല്ലാം നൽകിയ പിതാവ്, എല്ലാം പങ്കുവച്ച ഇണ, എല്ലാ പ്രതീക്ഷകളുമായിരുന്ന സന്താനങ്ങൾ എല്ലാവരും വിട്ടേച്ചു പോകുന്ന അവസ്ഥ ഖിയാമത്തിന്റെ വേളയിൽ സംഭവിക്കും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളും അനുഭവിക്കുന്നത്. തൊട്ട് പള്ളിയിൽ തൻ്റെ മക്കൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പള്ളിപ്പറമ്പിനടുത്തുകൂടെ വളരെ വേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ട് മക്കൾ അങ്ങനെ ഇരമ്പിപ്പായുന്നുണ്ടാകും. അവർക്ക് നേരമില്ല ഒന്ന് ഇറങ്ങിയിട്ട് വാപ്പയോട് ഉമ്മയോടൊരു സലാം പറയാൻ. അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും സലാം പറയാൻ നേരമില്ല. ഇതാണ് സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖബറിടത്തിൽ കിടന്നുകൊണ്ടിരിക്കെ ആ മനുഷ്യന് ഖബറിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പടച്ചതമ്പുരാനെ വിളിച്ച് ചോദിക്കുകയാണ്, അല്ലാഹു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്? ആ സമയത്ത് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നു. എന്താണ്? നിന്റെ സന്താനം നിനക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണത്. വലതുൻ സാലിഹുൻ യദ്ഉ ലഹു. അറിയാമല്ലോ, ഒരാൾ മരണപ്പെട്ടു പോയാൽ അവശേഷിക്കുന്ന സുഹൃതങ്ങളിലൊന്ന് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ സൽസന്താനം. മക്കൾക്ക് മറ്റെന്തു കൊടുത്താലും അള്ളാഹുവിൻ്റെ ദീനിന്റെ അടിത്തറകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, പരലോകബോധം നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർ നമുക്ക് നഷ്ടക്കച്ചവടം തന്നെയാണ്. അവർക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ നേടിക്കൊടുക്കുവാൻ, അവരുടെ ഭൗതികമായ കാര്യങ്ങൾ സുരക്ഷിതമാക്കുവാൻ വേണ്ടി പലതും നാം ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മീ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചവനെ, എന്നെ പെറ്റുപോറ്റിയ ചെറുപ്പനാളിൽ എന്നെ സംരക്ഷിച്ച എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ നല്ല സന്താനങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് നേടാനുള്ളത്? എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ആ ഒറ്റക്ക് ഖബറിനടിയിൽ കിടക്കുന്ന വേളയിൽ പോലും അവർ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം അവരിൽ പ്രതീക്ഷ അർപ്പിക്കുക? ആലോചിച്ച് നോക്കോ. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞ് പലകയിട്ട് മൂടിയിട്ട് മണ്ണിട്ട്, അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടുന്ന സന്ദർഭമുണ്ടല്ലോ. ആ വേളയിൽ ഒരു പ്രത്യേക സുന്നത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 3 പിടി മണ്ണ് വാരിയിട്ട് ആ ഖബറിന് മുകളിലേക്ക് ഇടണം സത്യവിശ്വാസികൾ. അങ്ങനെ ഖബറിന് മുകളിൽ മണ്ണിടുമ്പോൾ നാം ഓരോരുത്തരും പറയാറുണ്ട് സൂറത്തു താഹയിലെ വചനം, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മിൻഹാ ഖലഖ്നാകും, നിങ്ങളെ നാം ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളെ നാം മടക്കുന്നതും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഖിയാമത്തിന്റെ വേളയിൽ തീർച്ചയായും വമിൻഹാ നുഖ്രിജുകും, നിങ്ങളെ നാം അതേ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇങ്ങനെ 3 പിടി മണ്ണ് വാരിയിട്ട് സത്യവിശ്വാസികൾ അതോടുകൂടി തന്നെ അവിടെ വെച്ച് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വസലൂ ലഹു തസ്ബീത്ത്, അവർക്ക് സ്ഥിരചിത്തത ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ഖബറിടത്തിൽ സ്ഥിരചിത്തത ലഭിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരാൽ രൂപപ്പെടുത്തപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ അത് ചൊല്ലാറുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുവേ, ചോദ്യോത്തരത്തിന്റെ വേളയിൽ അയാളുടെ അടുക്കൽ മുങ്കർ നക്കീർ വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്ഥിരചിത്തത നൽകണേ റബ്ബേ. മനസ്സ് പതറിപ്പോകാത്ത വിധത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ, ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ ഉത്തരങ്ങൾ പറയുവാൻ വേണ്ടി അദ്ദേഹത്തിന് നീ തോന്നിപ്പിക്കണമേ നാഥ.
അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. അല്ലാഹുവേ, ഈ ഇടുങ്ങിയ ഖബറുണ്ടല്ലോ, ഒരു മനുഷ്യന് പരമാവധി ഒന്ന് നേരെ കിടക്കുവാൻ പോലും കഴിയാത്ത വിധം ഞെരുങ്ങിക്കഴിയേണ്ടി വരുന്ന ഇടുങ്ങിയ ഈ ഖബറിന്റെ 2 വശങ്ങളെയും ഇദ്ദേഹത്തിന് വേണ്ടി നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ കിടക്കുന്ന വാപ്പാക്ക്, ഈ ഉമ്മാക്ക്, അല്ലെങ്കിൽ സ്വന്തം സന്താനത്തിന്, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് പടച്ച റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ, നീ മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. പടച്ചവനെ, എല്ലാവിധ വെപ്രാളങ്ങളിൽ നിന്നും, ഭയപ്പെടുത്തുന്ന കാഴ്ചകളിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നും നാഥ ഈ സഹോദരനെ നീ കാക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തസ്ബീത്ത് ഉരുവിടാറുണ്ട്. അതിനുശേഷമാണല്ലോ ഖബറിടം വിട്ടുകൊണ്ട് നാം നമ്മുടേതായ വഴികളിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ വരാനുള്ളത് എന്ന് ചിന്തിച്ചു പോകില്ലേ? എന്താണ് വരാനിരിക്കുന്നത്? കൂട്ടിനാരും ഉണ്ടാവില്ല. ഇപ്പൊ വീട്ടിലെല്ലാവരുമുണ്ട്, എന്തിനും പോകുന്ന മക്കളുണ്ട്, എന്തും ചെയ്തു തരാൻ സന്നദ്ധയായ ഭാര്യയുണ്ട്, അതേപോലെ മാതാപിതാക്കളുണ്ട്. എല്ലാവരും അടങ്ങുന്ന കുടുംബം എത്ര സന്തോഷത്തിലാണ് കഴിയുന്നത്. ഒരു പക്ഷേ ഭൗതികമായ സുഖസമൃദ്ധിയിൽ എല്ലാം പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ കഴിയല്ലേ? ആരും ആരെയും ഉപദേശിക്കാറില്ല. ഇസ്ലാമിനെക്കുറിച്ചോ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ചോ ഇങ്ങനെ നടക്കുവാൻ പാടില്ല, മരിക്കേണ്ടതാണ്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന ബോധമൊന്നും പലപ്പോഴും കുടുംബരംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. എന്താ ചർച്ചകൾ പട്ടണത്തിൽ പുതുതായി തുറന്ന ജ്വല്ലറിയെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയ തുണിക്കടകളെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയ ഫെസ്റ്റിവലുകളെക്കുറിച്ച്, എക്സിബിഷനുകളെക്കുറിച്ച് അല്ലേ? അല്ലെങ്കിൽ പിന്നെ പറയാനുള്ളത് സീരിയലിന്റെ കഥകളാണ്. ഇങ്ങനെ പലതും പറഞ്ഞ് നേരം കളയുകയല്ലാതെ ഗൗരവതരമായ ഒരു ചർച്ച, മക്കളെ സൂക്ഷിക്കണം എന്ന് മാതാപിതാക്കൾ ഇപ്പോൾ പറയാറില്ല. നീ നമസ്കരിച്ചോ എന്ന് മക്കളോട് ചോദിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടാവും? എല്ലാവരും ഒരുതരം അഡ്ജസ്റ്റ്മെന്റിലാണ്. കാലത്ത് ഓരോരുത്തരും അവരവർക്ക് തോന്നുമ്പോൾ എഴുന്നേൽക്കുന്നു, തോന്നിയാൽ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ല. ആരും ആരെയും ഒരു കാര്യത്തിലും തടസ്സപ്പെടുത്താറില്ല, പരസ്പരം ചോദ്യം ചെയ്യാറില്ല. പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, അനിസ്ലാമിക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മക്കൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതെന്തൊരു കോലമാണ് എന്ന് ചോദിക്കാൻ വാപ്പാക്ക് മടി. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, ഞാനെന്ത് ചെയ്യും? ഇങ്ങനെ മക്കൾ മറുപടി പറയുന്ന കാലം. ഇതൊക്കെയാണല്ലോ അവസ്ഥ. ഇതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ അവസാനമായിട്ട് ഖബറിലെത്തുന്നത്. പറയാറില്ലേ, തിരക്കോട് തിരക്കാൻ. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചു, പരസ്പരമുള്ള കിടമത്സരങ്ങൾ, പൊങ്ങച്ച പ്രകടനങ്ങൾ നിങ്ങളെ പടച്ച തമ്പുരാനിൽ നിന്ന് അങ്ങേയറ്റം അശ്രദ്ധരാക്കി കളഞ്ഞുവല്ലോ. ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിടത്തിലെത്തുവോളം നിങ്ങൾ ഈ കളി തുടരും. പറയാറുണ്ടല്ലോ തമാശക്കെങ്കിലും, ഖബറിലെത്തിയിട്ട് വേണമെന്ന് റെസ്റ്റ് എടുക്കാൻ. ദുനിയാവിൽ സമയമില്ല, നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ സമയം. ഈ അവസ്ഥയിൽ അവസാനം അവിടെ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ എല്ലാം യാഥാർത്ഥ്യമാണല്ലോ റബ്ബേ, എത്ര വസ്തുതയാണ് പറഞ്ഞ കാര്യങ്ങൾ എന്ന നിലക്ക് ഓർത്തെടുക്കേണ്ടി വരുന്ന ഒരു നാളെ വരാനിരിക്കുന്നു. പിന്നെ അവിടെ കിടന്നതിന് ശേഷം ജനങ്ങളൊക്കെ നമ്മുടെ മുകളിൽ മണ്ണിട്ട് മൂടി പുറത്തു പോയതിന് ശേഷം അല്പം കൂടി സമയം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കർമ്മത്തിന്റെ ഘട്ടം അവസാനിച്ചു. ഇനി വിചാരണയുടെയും പ്രതിഫലത്തിൻ്റെതുമായ ഘട്ടമാണ് വരാനിരിക്കുന്നത് എന്ന ബോധം തീർച്ചയായും നമുക്കുണ്ടാവണം. ഈ ഒരവസ്ഥയിൽ ഖബറിടത്തിലേക്ക് ചെല്ലേണ്ടവരാണ് ഞാനും നിങ്ങളും. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വസിയത്ത് ചെയ്ത വചനമാണിത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മഹാന്മാരായ 2 പ്രവാചകന്മാർ, ഇബ്രാഹിം അലിഹിസ്ലാമും യാക്കൂബ് അലിഹിസ്ലാമും തങ്ങളുടെ സന്താനങ്ങളോടും ഇതേ വാക്ക് തന്നെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ കഴിയോ? എപ്പോഴാണ് മരിക്കുക എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ മരിക്കാമായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ എപ്പോഴാണ് മരിക്കാമെന്ന്. പിന്നെ എങ്ങനെ മുസ്ലിമായിട്ട് മരിക്കും? മുസ്ലിമായി മരിക്കുക എന്നതിൻ്റെ അർത്ഥം മുസ്ലിമായി ജീവിക്കുക എന്നാണ്. മുസ്ലിമായി ജീവിച്ചെങ്കിൽ മരണം എപ്പോൾ വന്നാലും നമുക്ക് മുസ്ലിമായിട്ട് തന്നെ മരിക്കാൻ കഴിയും. അതാണ് ആ പ്രയോഗത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അള്ളാഹുവിന് സമർപ്പിതരായിക്കൊണ്ട് ജീവിക്കണം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഒരു അള്ളാഹുമായി അടുത്ത ഒരു വലിയ
ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവിതവും മരണവും തമ്മിലുള്ള അകലം എത്രയാണ്? ഒരുപക്ഷെ നാം പറയും 60-70 കൊല്ലം. ആണോ? നമുക്കൊക്കെ അത്രയും ആയുസ് കിട്ടും എന്നെന്താണ് ഇത്ര ഉറപ്പ്? ജീവിതവും മരണവും തമ്മിലുള്ള അകലം എത്രയാണ്? നൈമിഷികമാണത്. ഏത് നിമിഷവും കൂടിച്ചേരുന്ന, കണ്ടുമുട്ടേണ്ടുന്നവയാണ് ജീവിതവും മരണവും. അതാണ് ഒരു സൂഫി അതിനെ ഇങ്ങനെ നിർവചിച്ചത്. കുഞ്ഞ് പെറ്റ് വീഴുമ്പോൾ കുഞ്ഞിൻ്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കാറുണ്ടല്ലോ. സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ നാമം ആണ് ഒരു കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ടത് എന്ന നിലക്കാണ് ബാങ്ക് കൊടുക്കുന്നത്. ഇഖാമത്ത് കൊടുക്കുന്നതോ സാധാരണ ഖദ് ഖാമത്തി സ്വലാ, നമസ്കാരത്തിന് സമയമായിരിക്കുന്നു എന്ന അറിയിപ്പാണല്ലോ ഇഖാമത്ത്. എന്തിനാണ് ഇഖാമത്ത് കൊടുത്തത്? ഇതാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. സുന്ദരമായൊരു വ്യാഖ്യാനമാണ്. എന്തിനാണ് ഇടത് കാതിൽ ഇഖാമത്ത് കൊടുത്തത്? അദ്ദേഹം പറയാണ്, അത് ആ കുഞ്ഞിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഇഖാമത്താണ്. ആലോചിച്ച് നോക്കൂ, മയ്യത്ത് നമസ്കാരത്തിന് ഇഖാമത്തുണ്ടോ? ഇല്ല. മയ്യത്ത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ആളുകളൊക്കെ സഫായി നിന്ന് നമസ്കരിക്കുകയാണ്. അവിടെ വേറെ ഇഖാമത്തോ മറ്റ് ഉപചാരങ്ങളൊന്നുമില്ല. കാരണം അവന്റെ ഇഖാമത്ത് നേരത്തെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജനിച്ച് വീണപ്പോൾ തന്നെ ഖദ് ഖാമത്തി സ്വലാ എന്ന് പറഞ്ഞത് ഈ കുട്ടിയുടെ സ്വലാത്തുൽ ജനാസയുടെ ഇഖാമത്താണ്, മയ്യത്ത് നമസ്കാരത്തിന്റെ ഇഖാമത്താണ് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര സമയമുണ്ട് കൈകെട്ടാൻ? ഒരു നീയത്തിന്റെ സമയമുള്ളൂ. ആ നീയത്താകുന്ന വളരെ ചെറിയ നിമിഷങ്ങൾക്കിടയിലാണ് നാം ഓരോരുത്തരും ഇപ്പം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ല യാഥാർത്ഥ്യം? ഇതാണ് യാഥാർത്ഥ്യം. ഇത്രമാത്രം നാമുമായി അടുത്തു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. പക്ഷെ എങ്കിൽ പോലും ഞാനതിനെ മാറ്റിവെക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ, മരണത്തിൻ്റെ വേള, അത് കഴിഞ്ഞ ഖബറിടത്തിലെ അവസ്ഥകൾ, ഇതെല്ലാം പിന്നിട്ട് വേണം നമുക്കൊരു നാളിൽ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാൻ. മരണം യാഥാർത്ഥ്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ ദൂതൻ, വളരെ വിശുദ്ധമായ ജീവിതം നയിച്ച് നമുക്ക് മാതൃകയായിക്കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെട്ട മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ മരണവേളയിൽ ഇങ്ങനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ചേർത്ത് പറഞ്ഞ വചനം ഇന്നലിൽ മൗതി സക്കറാത്ത്, ഇന്നലിൽ മൗതി സക്കറാത്ത് എന്നാണ്. നിശ്ചയം മരണത്തിന് അതിൻ്റെതായ വെപ്രാളമുണ്ട്, അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ട്. അതില്ലാതെ ഒരാൾക്കും മരിക്കാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിശുദ്ധ ആത്മാവിൻ്റെ മരണം, മലക്കുകൾ വന്ന് സലാം ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന മരണം. ആ മരണത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു, കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴിക്കുന്നത് പോലെ അത്ര അനായാസമായിട്ട് നിഷ്പ്രയാസകരമായിട്ടാണ് ആ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങാം. കാത്തു നിൽക്കുന്ന ആളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാണ് മരണത്തെ, അല്ലെങ്കിൽ അസ്രായിലിനെ. അല്ലെങ്കിൽ പിന്നീട് മറ്റൊരു പ്രയോഗം, വെണ്ണയിൽ നിന്ന് മുടിനാരിഴ വലിച്ചെടുക്കും പോലെ. വെണ്ണ അങ്ങേയറ്റം മൃദുവായ വസ്തുവാണ്. മുടിനാരിഴയോ അതും അങ്ങനെ തന്നെയാണ്. വെണ്ണയിൽ നിന്ന് മുടിനാരിഴ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ എത്രമാത്രം മൃദുലമായ ഒരു കാര്യമായിരിക്കും അത്. എന്ന പോലെയാണ് സത്യവിശ്വാസിയുടെ നഫ്സും ത്വയ്യിബയുടെ വിശുദ്ധാത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുക. പക്ഷേ എന്നിട്ടും റസൂലുള്ള പറഞ്ഞു, ഇന്നലിൽ മൗതി സക്കറാത്ത്, നിശ്ചയം മരണത്തിന് അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ട്, അതിൻ്റെതായ വെപ്രാളമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും വലിയ നിസ്സഹായത, അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മടിയിൽ തലവെച്ച് കിടക്കുകയാണെങ്കിൽ അയാളോട് എനിക്കെന്തൊക്കെയോ ആവുന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. ഞാൻ മരിക്കണമെന്ന് തോന്നുന്നു എന്ന് നാവ് ഉയർത്തിയിട്ട് ഒരു വാക്ക് പറയാൻ, എൻ്റെ നെഞ്ചൊന്ന് തടവിത്തരൂ എന്ന് പറയാൻ സാധ്യമല്ലാത്ത വിധം അസ്വസ്ഥത അനുഭവിക്കാൻ. അതാണല്ലോ ഏറ്റവും ഗുരുതരമായ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിയുടെ വീട്ടിൽ ആയിഷാ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് വഫാത്തായത്. എല്ലാ ഭാര്യമാരോടും സമ്മതം വാങ്ങിയിട്ട്
എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്ന് കിടക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനിമിഷങ്ങൾ കഴിച്ചുകൂട്ടിയത് എന്ന് കാണാൻ പറ്റും. അങ്ങനെ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടിരിക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതൊരു സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന് ആയിഷ ബീവിക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് റസൂലുള്ള ആംഗ്യം കാണിച്ചു, ഇങ്ങനെ, അഥവാ പല്ല് തേക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തു നിൽക്കുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അറാഖിന്റെ കൊള്ളി വാങ്ങിച്ചിട്ട് അത് സ്വന്തം പല്ലുകൊണ്ട് കടിച്ച് പദം വരുത്തിയിട്ട് റസൂലുള്ളാന്റെ പല്ല് തേച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് പോലും അവരുടെ ആ ആത്മബന്ധം എത്രയായിരുന്നു എന്നാലോചിച്ച് നോക്കാം. അങ്ങനെ പല്ല് തേച്ചു കൊടുക്കുകയാണ്. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി പറയാണ്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എൻ്റെ മടിത്തട്ടിനൽപ്പം കനം തോന്നി. പിന്നീട് ഞാൻ മുട്ടി വിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഇങ്ങനെയായിരിക്കും മരണം, ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ. ആശുപത്രികളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണിത്. ഉമ്മയോ വാപ്പയോ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കാൻ എപ്പോഴും മക്കൾ അടുത്തു നിന്ന് പരിചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒന്ന് പുറത്തിറങ്ങിയ സമയത്ത് ആള് മരണപ്പെട്ടു പോയിരിക്കും. തിരിച്ചു വരുമ്പോഴേക്ക് ആള് മിണ്ടുന്നില്ല. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ കാണാം. എപ്പോഴാണിത് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നമുക്കാർക്കും ഒരു വിധത്തിലും ഒരു നിലപാടും സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച സംഗതിയാണ്. സുമ്മ ഖളാ അജലൻ വ അജലും മുസമ്മൻ ഇൻദ. അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം സുമ്മ ഖളാ അജല, അവന്റെ അവധി എപ്പോഴാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. വ അജലും മുസമ്മൻ ഇൻദ, അവന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന് തന്നെയും ഒരു അവധിയുണ്ട്. ആ അവധിയും അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഈ രണ്ട് അവധികളിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ വ്യക്തിപരമായ മരണം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മരണം. ഇതാണല്ലോ സംഭവിക്കാം. എല്ലാം നിർണിതമാണ്. കുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. പടച്ചതമ്പുരാന്റെ അടുക്കൽ എല്ലാം വളരെ കൃത്യമായി കണക്ക് കൂട്ടി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം ഇത്രയും കാലമായിട്ട് എത്ര തവണ ശ്വാസോച്ഛ്വാസം ചെയ്തിട്ടുണ്ടാവും? എൻ്റേത് എന്ന് ഞാൻ പറയുന്ന എൻ്റെ ഹൃദയം എത്ര തവണ മിടിച്ചിട്ടുണ്ടാവും? എൻ്റെ കാല് ഞാൻ എത്ര തവണ, എത്ര അടി ഈ കാലുകൾ കൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും? പറയാൻ കഴിയോ? സാധ്യല്ല. എവിടെയൊക്കെയോ നടന്നു, എവിടെയൊക്കെയോ എത്തിപ്പെട്ടു, എന്തൊക്കെയോ ചെയ്തു. മഴത്തുള്ളികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? കോലായിലിരിക്കുമ്പോൾ മുറ്റത്ത് വന്ന് വീണുകൊണ്ടിരിക്കുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ എന്ന് നാം പറയും. പക്ഷേ ആ മഴയുടെ ഓരോ തുള്ളിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ കണക്കുണ്ട്. എന്ന പോലെ തന്നെ തീർച്ചയായും നമ്മുടെ ശരീര ചലനങ്ങൾക്ക് എൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ സംസാരിക്കുമ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഹൃദയമിടിപ്പ് എത്ര തവണയാണ് മിടിക്കേണ്ടത്? ആ ഹൃദയമിടിപ്പിലെ അവസാനത്തെ മിടിപ്പ് എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ സംഭവിക്കണം? പടച്ചതമ്പുരാന്റെ അടുക്കൽ കൃത്യമായ കണക്കുണ്ട് എൻ്റെ ഹൃദയത്തെക്കുറിച്ച്. ഇതേപോലെ നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചും. ഞാൻ ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഈ ശ്വാസോച്ഛ്വാസത്തിലെ അവസാനത്തെ ശ്വാസം എവിടെ വെച്ച്, എപ്പോൾ സംഭവിക്കണം? എൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഈ കാലടികളിൽ അവസാനത്തത് എവിടെ വെച്ച്, എങ്ങനെയായിരിക്കണം? കൃത്യമാണ്. ഞാൻ എത്രയോ ചാക്ക് അരി തന്നെ ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടാവും, എത്രയോ ഭക്ഷണം കഴിച്ചു പോയിരിക്കുന്നു. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ അവസാനത്തെ അരിമണി എവിടെ വെച്ച്, എപ്പോൾ, ഏത് എന്നത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, അതിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ നിലപാട്. ഇങ്ങനെ പറയുമ്പോൾ ഇനി നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തായാലും മരിക്കണം, എന്തായാലും മരിക്കണം, ഇനി എന്തിനാ ജീവിക്കുന്നത്? ഇനി എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അധ്വാനിക്കേണ്ടതുണ്ടോ? ജോലി ചെയ്യേണ്ടതുണ്ടോ? കുടുംബം പുലർത്തേണ്ടതുണ്ടോ? വിവാഹ ജീവിതം നയിക്കേണ്ടതുണ്ടോ? എന്തായാലും മരിക്കൂലേ, പിന്നെ എന്തിനാ കഷ്ടപ്പെടണം? ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്ന ജീവിത രീതി തികച്ചും സന്തുലിതമാണ് എന്ന് നാം മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ടല്ലോ,
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നാഥ, ഞങ്ങൾക്ക് നീ ഇഹത്തിൽ നന്മ ചെയ്യണം, പരത്തിലും നന്മ ചെയ്യണം. ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ആദ്യം ദുനിയാവാണ് അവിടെ പറയുന്നത്. ദുനിയാവിന്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കാനല്ല. ലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ നിനക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള ഒരു വിഹിതം തീർച്ചയായിട്ടും ഉണ്ട്, അത് മറക്കേണ്ടതില്ല. അതിൽ മക്കളുണ്ട്, സമ്പത്തുണ്ട്, അതുപോലെ ജീവിത വിഭവങ്ങളൊക്കെ നിനക്കുള്ളത് തന്നെയാണ്. പക്ഷെ സൂക്ഷിക്കണം എന്ന് മാത്രം. അതിനാൽ ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. നമുക്കുള്ള ജീവിത അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. വലിയ വലിയ സമ്പന്നരെയും വ്യവസായികളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാം. അവരൊരു പക്ഷേ തലമുറകൾക്ക് വേണ്ടിയുള്ളത് സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തായാലും മരിക്കും, ഇനി എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് എന്നവരാലോചിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവരുടെ കീഴിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ കയ്യാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനപ്രകാരം കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെറിയ കാര്യമാണോ? ഇതിൻ്റെയൊക്കെ പ്രയോജനം അദ്ദേഹത്തിന് തന്നെയല്ലേ ലഭിക്കുക? അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനല്ല തീരുമാനിക്കേണ്ടത്. അള്ളാഹു നൽകിയ ഈ ജീവിതാവസരം പരമാവധി ഉപയോഗപ്പെടുത്താനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭദ്രമായിട്ടത് പറഞ്ഞു. യഅമല്ലി ദുനിയാക കഅന്നക തഈശു അബദ. നീ ദുനിയാവിൽ ജീവിക്കണം. എങ്ങനെ? കഅന്നക തഈശു അബദ, എന്നെന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നവനെ പോലെ ജീവിക്കണം. നാളെ മരിക്കണം എന്ന ചിന്തയല്ല ഉണ്ടാവേണ്ടത്. ഒരുപാട് പദ്ധതികളും ആസൂത്രണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഒരു തടസ്സം ഉണ്ടാവരുത്. എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതേ സമയത്ത് തന്നെ അതോട് ചേർത്തുകൊണ്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം, വഅമല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ. നാളെ തന്നെ നീ മരിക്കേണ്ടതാണ് എന്ന ബോധവും നിനക്കുണ്ടാവണം. കോടികളുടെ ബിസിനസ് ചെയ്തോളൂ, ബിസിനസ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചോളൂ, പക്ഷേ റെക്കോർഡുകളൊക്കെ ക്ലിയർ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ റെക്കോർഡുകളും ക്ലിയർ ആക്കിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വേണമെങ്കിലും സമ്പാദിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതാണ് ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ഇത് ജീവിതത്തിൻ്റെ അവസാന അസ്തമയ ഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. ജീവിതത്തിൻ്റെ നല്ല കാലത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ അവസരം നൽകപ്പെട്ട വേളയിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള മരണമുണ്ടല്ലോ, അല്ലാഹു തആല തൗബ സ്വീകരിക്കാത്ത മരണം അവസ്ഥ. അതാരുടേതാണ്? സക്കറാത്തിന്റെ വേളയിൽ ഇനി എനിക്ക് ഈ ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന വേളയിൽ അല്ലാഹുവേ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിയുന്ന അവസ്ഥയുണ്ട്. ഫിർഔനിന്റെ മരണവേളയിലെ വാക്കുകൾ അല്ലാഹു തആല ഉദ്ധരിച്ചല്ലോ. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. സൂറത്ത് യൂനുസിൽ കാണാം. ഒരു മുഅ്മിനിന്റെ വാക്കാണ് യഥാർത്ഥത്തിൽ അത്, അല്ലേ? ഇസ്രായേൽ സമൂഹം വിശ്വസിച്ച അതേ അല്ലാഹുവിൽ ഞാനും ഇതാ വിശ്വസിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ എന്ന് വരെ പറഞ്ഞു. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. പക്ഷെ അല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൽ ആൻ, അല്ല ഫിർഔനെ, ഇപ്പോഴാണോ? കാലം കുറെ കഴിഞ്ഞു പോയില്ലേ? അവസരങ്ങളൊക്കെ നീ പാഴാക്കിയില്ലേ? ഇപ്പൊ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസാന ഘട്ടത്തിൽ അൽ ആൻ, ഈ ഘട്ടത്തിലാണോ നിനക്കിത് തോന്നിയത്? വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ. നീ ധിക്കാരിയായി ജീവിച്ചവനാണ്, അതുകൊണ്ട് തന്നെ നീ കുഴപ്പക്കാരിൽപ്പെട്ടവനുമാണ്. ഇനി നിനക്കൊരു മടക്കമില്ല എന്ന് അല്ലാഹു തആല ഫിർഔനിനോട് മറുപടി പറയുന്നുണ്ട്. അതിനാൽ ബോധപൂർവം ഒരു തീരുമാനത്തിലെത്തണം. റസൂലുള്ളാഹ് രണ്ടു തരം ആളുകളെ കുറിച്ച് പറഞ്ഞു. അതിലൊരാള് അൽ കയ്യിസ്, നല്ല സമർത്ഥനായ, ബുദ്ധിമാനായ, ദീർഘവീക്ഷണമുള്ള ആളാണ്. എന്താ അയാളുടെ പ്രത്യേകത? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അയാൾ സ്വന്തം നഫ്സിനെ അടക്കി ഭരിക്കുവാൻ, നിയന്ത്രിക്കുവാൻ കരുത്തുള്ള ആളാണ്. ഇച്ഛകൾക്ക് വഴങ്ങുന്നവനല്ല. സ്വന്തമായൊരു നിലപാടുണ്ട്. അത് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള നിലപാടാണ്. മാത്രമല്ല വഅമില ലിമാ ബഅദൽ മൗത്ത്, അദ്ദേഹം പ്രവർത്തിക്കുന്നതോ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. അയാളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലല്ലോ. കണ്ടില്ലേ, ലക്ഷക്കണക്കിന് രൂപയാണ് സക്കാത്തായിട്ട് കൊടുക്കുന്നത്.
ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ. ലക്ഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. ബിസിനസ് ചെയ്യാം, ഫ്ലാറ്റ് വാങ്ങാം, കാറ് വാങ്ങാം. പക്ഷെ ഇയാൾ കണ്ടില്ലേ, ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് സക്കാത്ത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെയുള്ളവർ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടില്ല. ഇനി അങ്ങനെയുള്ളവരുണ്ടെങ്കിലോ ആൾക്കാരെന്താ പറയാ? ആളൊരു ശുദ്ധനാ, ആളൊരു പാവം മനുഷ്യനാ. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും വിലയിരുത്താം. അദ്ദേഹത്തിന്റെ മനസ്സിലെ ഈമാനിന്റെ കരുത്ത് തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. അതേസമയം മറ്റൊരാളുണ്ട്, വൽ ആജിസ്, ദുർബലനായ മനുഷ്യൻ. മൻ അത്ബഅ നഫ്സഹു ഹവാഹ, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആള്. തെളിക്കുന്ന വഴിയെ പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കാമെന്നൊരു പ്രയോഗമുണ്ട്. എന്ന പോലെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് അങ്ങനെ കുത്തൊഴുക്കിനനുസരിച്ച് ആൾക്കൂട്ടത്തിനും മാമൂലുകൾക്കും സമ്പ്രദായങ്ങൾക്കും നാട്ടുനടപ്പുകൾക്കും അനുസരിച്ച് പോകുന്ന ആൾ. അയാൾക്ക് ആൾക്കൂട്ടത്തിൽ വലിയ സമ്മതിയായിരിക്കും. എന്താ കാരണം? അയാളെ കൊണ്ടൊരു കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും ആൾ റെഡിയാണ്, ഒന്നിനെ എതിർത്ത് സംസാരിക്കൂല. ഇങ്ങനെയൊക്കെയാണ് അയാളുടെ അവസ്ഥ. അയാളെക്കുറിച്ചാണ് പറഞ്ഞത് അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. അതേസമയം അയാൾക്ക് അള്ളാഹുവിൽ വല്ലാത്ത വ്യാമോഹങ്ങളാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വ്യാമോഹങ്ങളില്ലേ? നമസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, റമദാൻ മാസത്തിൽ ഞാൻ എന്തായാലും കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅ ഞാൻ ഒരിക്കലും മുടക്കാറില്ല, അതുമല്ലെങ്കിൽ ഞാൻ നോമ്പ് കൃത്യമായിട്ട് അനുഷ്ഠിക്കാറുണ്ടല്ലോ, അതുമല്ലെങ്കിൽ എൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിമീങ്ങളല്ലേ, അതുമല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ പിറന്നവരല്ലേ, അതുകൊണ്ടൊക്കെ അങ്ങ് തട്ടിപ്പോകും, എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിലേക്ക് ഉരുണ്ടു മറിഞ്ഞ് വീഴും എന്ന ഒരു ധാരണ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ? ഇത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെടുക്കുന്നത്. വതമന്ന അലല്ലാഹ്, അള്ളാഹുവിൽ അമിതമായ വ്യാമോഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ആള്. പക്ഷെ അതൊന്നും നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഫലപ്രദമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്തിഅദാദ് ഖബ്ല നുസൂലിൽ മൗത്ത്, മരണത്തിന് മുമ്പ് തന്നെ മരണത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തണം. ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും മരണക്കിടക്കയിൽ കിടക്കുന്നവരുണ്ടാവും. രോഗാവസ്ഥയാൽ, അപകടങ്ങളാൽ മറ്റുമൊക്കെ ഒന്ന് മരിച്ചെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നവർ. മരണത്തെ ഒരിക്കലും സത്യവിശ്വാസി ആഗ്രഹിക്കരുത്. പിന്നെയോ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. എപ്പോഴും മരിക്കാം, പക്ഷെ ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ എന്നെ ഒന്ന് മരിപ്പിച്ചതാ എന്ന് പറയുന്ന അവസ്ഥ സത്യവിശ്വാസിയിൽ ഉണ്ടാകരുത്. ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് ഇമ്മാ മുഹ്സിനൻ അൻ യസ്ദാദ് വ ഇമ്മാ മുസീഅൻ ഫലഅല്ലഹു അൻ യുസ്തഅതബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ആരും മരണത്തെ കൊതിക്കരുത്. നീ നല്ലവനാണെങ്കിൽ, വിശുദ്ധനാണെങ്കിൽ അല്ലാഹു തആല നിനക്ക് ആയുസ് നീട്ടിത്തന്നത് കൂടുതൽ നന്മകൾ നേടാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിയണം. നീ ചീത്തയാണെങ്കിലോ അള്ളാഹു നിനക്ക് അവസരം നൽകിയത് ഫലഅല്ലഹു അൻ യസ്തഅതബ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ, പശ്ചാത്തപിക്കാൻ വേണ്ടി വീണ്ടും ഒരു അവസരം തന്നതാണ് എന്ന് ചിന്തിക്കുക. അങ്ങേയറ്റം മരണഘട്ടത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യരോട് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് അനുവാദം നൽകിയത്. അള്ളാഹുവേ, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ നീ നല്ല നിലയിൽ ജീവിപ്പിക്കണമേ. ആർക്കും ഭാരമാകാത്ത അവസ്ഥയിൽ, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിൽ എന്നെ ജീവിപ്പിക്കണമേ. ഇനി മരണമാണ് എനിക്ക് നല്ലതെങ്കിലോ എന്നെ നീ നല്ല അവസ്ഥയിൽ സ്വാലിഹീങ്ങളോടൊപ്പം മരിപ്പിച്ച് പരലോകത്തെത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനപ്പുറം ജീവിതത്തെ ശപിച്ചുകൊണ്ട് മരണത്തെ ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. പക്ഷെ മരണത്തെ പ്രതീക്ഷിക്കുക. നമ്മുടെ കൂട്ടത്തിലൊക്കെ തന്നെ കാരണവന്മാരായ ചിലരെങ്കിലും മുൻകൂട്ടി കഫൻ പുടവ വാങ്ങിവെച്ചവരുണ്ടാവും. അങ്ങനെയുള്ള ഉമ്മാമ്മമാരെ കാണാം. നേരത്തെ തന്നെ നമസ്കാര കുപ്പായവും കഫൻ പുടവയൊക്കെ വാങ്ങിയിട്ട് എന്നെ ഈ തുണിയിൽ പൊതിയണം എന്നാവശ്യപ്പെടുന്നവർ. അത് മരണചിന്ത വളർത്താനുള്ള രീതിയാണ്. അപൂർവം ചിലരെങ്കിലും ഖബറിടം വെട്ടിയിട്ട് ഖബറ് വെട്ടി ശരിയാക്കി വെച്ചവരുണ്ടാവും. എന്നിട്ട് ഇടയ്ക്കിടെ തനിക്ക് മാറി താമസിക്കേണ്ട വീട് എന്ന നിലക്ക്, പണിതുകൊണ്ടിരിക്കുന്ന വീട് നാം നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഏത് നിമിഷവും ഈ വീട്ടിലേക്കുള്ള ഹൗസ് വാമിംഗ് നടക്കും എന്ന നിലക്ക് കാത്തിരിക്കുന്ന, ഇടയ്ക്കിടെ ഖബറിടം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ മരണചിന്ത നിലനിർത്താൻ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സഹാബി ഒരിക്കൽ
റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ള പുതച്ച വസ്ത്രം ആവശ്യപ്പെടുകയുണ്ടായി. അത് എവിടെ നിന്നോ കൊണ്ടുവന്ന വളരെ മുന്തിയ ആകർഷകമായ ഒരു തുണിയായിരുന്നു. ആരോ പാരിതോഷികമായിട്ട് ഹദിയയായിട്ട് റസൂലുള്ളാഹിക്ക് നൽകിയതാണ്. റസൂലുള്ളാഹി അത് വളരെ സന്തോഷപൂർവ്വമാണ് അണിഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് പറയാണ്, അള്ളാഹിന്റെ റസൂലെ, അങ്ങയുടെ ആ വസ്ത്രം എനിക്ക് തരണം. റസൂലുള്ള കൊടുത്തോ? തീർച്ചയായും കൊടുക്കുമല്ലോ. അങ്ങനെയല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്? നീ ഏറെ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ വസ്ത്രം തൻ്റെ തോളിൽ നിന്ന് എടുത്തിട്ട് ആ സഹോദരൻ അണിയിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് സന്തോഷമായി. പക്ഷേ സഹാബിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, മോശമായിപ്പോയി, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രമാണത് എന്ന് താങ്കൾക്കറിയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചാൽ റസൂലുള്ള അത് തരും എന്നും താങ്കൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കാമോ? ചോദിക്കാതിരുന്നു കൂടായിരുന്നോ? അപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന മറുപടി ശരിയാണ്. ഞാനും ഒരുപാട് ആലോചിച്ചു. റസൂലുള്ളാഹിനോട് ചോദിക്കാമോ, ചോദിച്ചുകൂടെയോ, അദബുകേടായി പോകുമോ എന്നാലോചിച്ചു. പക്ഷേ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ തിരുമേനിയിൽ തിരുശരീരത്തിൽ സ്പർശിച്ച ആ വസ്ത്രമാകണം എൻ്റെ കഫൻ പുടവ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ റസൂലുള്ളാഹിനോട് ചോദിച്ചത് എന്ന് ആ സഹാബി അപ്പോൾ മറുപടി പറയാണ്. ആലോചിച്ച് നോക്കൂ, നാളെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ പെരുന്നാളാണ്. അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം വസ്ത്രങ്ങൾ ഒരുക്കി വെക്കുന്നത് പോലെ തൻ്റെ കഫൻ പുടവ മുൻകൂട്ടി തന്നെ സജ്ജീകരിച്ച് മരണത്തെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിന്ന സഹാബത്തിനാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ എത്രയോ രംഗങ്ങൾ കാണാം. ഒരുപാട് മഹാന്മാരുടെ മരണങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ മരണം ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ എൻ്റെ വഴികാട്ടി വരാനായി സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് പുഞ്ചിരിച്ച് യാത്ര പറഞ്ഞ് അകത്തേക്ക് പോയ ഇമാം അവർകൾ കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അവിടെ കിടക്കാണ്. അല്പസമയം കഴിഞ്ഞ് ശിഷ്യന്മാരകത്ത് കയറി നോക്കുമ്പോൾ ഇമാം അവറുകൾ പുഞ്ചിരിക്കുന്ന ഭാവത്തോടെ കിടക്കുന്നു. അള്ളാഹുവിലേക്ക് യാത്രയായി കഴിഞ്ഞിരുന്നു എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള മരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതേസമയം നാം ആലോചിച്ച് നോക്കുക, മരണത്തെ സത്യവിശ്വാസി നോക്കിക്കാണേണ്ടത് ഇങ്ങനെ ഒരു മധുരതരമായ വീക്ഷണത്തിലാണ്, ബേജാറോടുകൂടിയല്ല. കാരണം നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനാവശ്യമായ പാഥേയങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെയും നടത്തിക്കഴിഞ്ഞവരാണ് നാം. പിന്നെ നമുക്കെന്തിനാണ് യാത്രയെക്കുറിച്ച് അസ്വസ്ഥത? ഒട്ടും അസ്വസ്ഥത ഉണ്ടാവേണ്ടതില്ല. ജലാലുദ്ദീൻ റൂമി എന്ന മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൂക്കൾ വിടരുകയും കൊഴിയുകയും ചെയ്യാതെ മരങ്ങൾ കായ്ക്കുകയില്ല. പൂക്കൾ വിടരുകയും കൊഴിയുകയും ചെയ്യാതെ മരങ്ങൾ കായ്ക്കുകയില്ല. അതേപോലെ ശരീരം അഴിച്ചുമാറ്റാതെ ആത്മാവിന് പുതുവസ്ത്രം അണിയാൻ സാധ്യമല്ല. ശരീരമാകുന്ന ഈ പഴയ വസ്ത്രം അഴിച്ചുമാറ്റാതെ ആത്മാവിന് പുതുവസ്ത്രം അണിയാൻ സാധ്യമല്ല എന്ന് പറയണ്ടായി. വിശുദ്ധനായ ഒരു സൂഫി വര്യന്റെ മരണഘട്ടം ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ബന്ധുക്കളോടൊക്കെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തി കുളിച്ച് ശുദ്ധിയായിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി പലരും കരയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ കരയുന്നവരോട് പറയണം, ഈ ശരീരമല്ല ഞാൻ ഈ ശരീരമല്ല, ഞാനൊരു പൈങ്കിളി. ശരീരമാകുന്ന ഈ കൂട് വിട്ട് പറന്നു പോകുന്ന പൈങ്കിളി മാത്രമാകുന്നു ഞാൻ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. മരണം ഒരിക്കലും യഥാർത്ഥത്തിൽ നാശമല്ല, മറിച്ച് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കവാടം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയവർ ധാരാളമുണ്ട്. ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, കറുത്ത മുത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച മഹാനായ സ്വഹാബി വര്യൻ. ആ സ്വഹാബി വര്യൻ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ തൻ്റെ പത്നി അടുത്തിരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രിയതമയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, എന്തിനാ കരയുന്നത്?
നീ എന്തിനാണ് കരയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കറിയില്ലേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്കല്ലേ പോകുന്നത്. എനിക്ക് ഈമാൻ നൽകിയ, എനിക്ക് ഹിദായത്ത് പഠിപ്പിച്ചു തന്ന, അതേപോലെ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ പരമാവധി ത്യാഗസമർപ്പണങ്ങൾ നടത്തുവാൻ അവസരം നൽകിയ, എൻ്റെ എല്ലാമായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്കല്ലേ ഞാൻ പോകുന്നത്. പിന്നെ മോളെന്തിനാ കരയുന്നത്? ഞാൻ പിന്നെ കണ്ടുമുട്ടാനിരിക്കുന്നത് എൻ്റെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ തോളോട് തോള് ചേർന്ന് പോരാടിയ, ദീനിന്റെ മാർഗത്തിൽ മക്കയിലും മദീനയിലും ഒന്നിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരില്ലേ, എന്നെ തോൽപ്പിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഷഹാദത്തിന്റെ പദവി നേടിയിട്ട് അള്ളാഹുവിലേക്ക് ഉയർന്നു പോയ എൻ്റെ കൂട്ടുകാര് ഓർക്കുന്നില്ലേ? ഹംസ റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര ആളുകൾ, ഒരുപാട് പേരുണ്ട്. അവരുടെ അടുക്കലേക്കല്ലേ ഞാൻ പോകുന്നത്. ഞാൻ പോകണ്ടേ? പറയും. അതുകൊണ്ട് നീ ഒരിക്കലും വാ ഹസറത്താ, എൻ്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ മാറത്തടിച്ച് കരയരുത്. നീ എന്ത് പറയണം? വാ ഫറഹത്താ, വാ തൊറബ, എന്തൊരു സന്തോഷം, എന്തൊരാനന്ദം, എൻ്റെ പ്രിയതമൻ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ റസൂലിന്റെ അടുക്കലേക്ക്, ആ റസൂലിന്റെ സഹാബത്താകുന്ന തൻ്റെ കൂട്ടുകാരിലേക്കാണല്ലോ പോകുന്നത് എന്ന നിലക്ക് സന്തോഷപൂർവ്വം എന്നെ യാത്രയാക്കൂ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ മരണത്തെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊണ്ടവർ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവെ ഓർമ്മയില്ലേ? ഇസ്ലാമിന്റെ ഒരു കാലത്തെ സർവ്വസൈന്യാധിപൻ, ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച മഹാൻ. ആ സർവ്വസൈന്യാധിപൻ നേതൃത്വം നൽകുന്ന യുദ്ധക്കളത്തിൽ ഒരു സൈനികൻ വെട്ടേറ്റ് കിടക്കാൻ, സക്കറാത്തിന്റെ അവസ്ഥ. ആ വേളയിൽ അദ്ദേഹം തൻ്റെ നേതാവിനോട്, ഈ സർവ്വസൈന്യാധിപനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ യാത്രയാവാനായി, അവിടെ നമ്മുടെ നേതാവ്, നമ്മുടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയാൽ ഞാൻ എന്താ പറയേണ്ടത്? വല്ല സന്ദേശവും കൈമാറാനുണ്ടോ? ഉടനെ സൈന്യാധിപൻ പറയാണ്, ആ സമയത്ത് യാതൊരു സംശയവുമില്ലാതെ, കൂസലുമില്ലാതെ സർവ്വസൈന്യാധിപന്റെ മറുപടി, റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയാൽ എൻ്റെ സലാം അറിയിക്കണം. രണ്ടാമതായിട്ട്, അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് നടത്തിയ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്തയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഗൾഫിലേക്ക് പോകുന്ന ആളോട് വിവരം ചൊല്ലി അയക്കൂലേ നമ്മുടെ ബന്ധുക്കൾ ഗൾഫിലുണ്ടെങ്കിൽ എന്ന പോലെ അത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടെ പടച്ച തമ്പുരാന്റെ അടുക്കലേക്കാണ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് എന്ന ബോധത്തോടു കൂടി തന്നെ അങ്ങ് യാത്രയാവാണ്. ഉറപ്പാണ് അവിടെ വെച്ചാൽ എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടും, സഹാബത്തിനെ കണ്ടുമുട്ടും എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അവർ കടന്നുപോയിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗശയ്യ, റസൂലുള്ള അങ്ങനെ കിടക്കാണ് ആയിഷ ബീവിയുടെ മടിയിൽ. ആ വേളയിൽ റസൂലുള്ള തൻ്റെ കരളിൻ്റെ കഷണം യാ ഖിതാഅത കബ്ദി എന്ന് വിശേഷിപ്പിച്ച പൊന്നാര മോള് ഫാത്തിമ ബീവി കടന്നു വരുന്നു. ഫാത്തിമ സാധാരണ വരുമ്പോൾ റസൂലുള്ള കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുമായിരുന്നു. അത്ര ആത്മബന്ധമുണ്ട് അവർ തമ്മിൽ. ആ ഫാത്തിമ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ മുഖം തൻ്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഫാത്തിമയുടെ കാതിൽ എന്തോ മന്ത്രിച്ചു. അങ്ങനെ മന്ത്രിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഫാത്തിമയുടെ കാത് തൻ്റെ ചുണ്ടിനടുത്തേക്ക് ചേർത്ത് വെച്ചു. വീണ്ടും എന്തോ സ്വകാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിച്ചു. സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്ത് സംഭവിച്ചു. അതിനുശേഷം പിന്നീടൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഫാത്തിമ, എന്തായിരുന്നു ആ സംഭവം? ആദ്യം റസൂലുള്ള എന്തോ സംസാരിച്ചപ്പോൾ നീ പൊട്ടിക്കരയുകയും രണ്ടാമത് സംസാരിച്ചപ്പോൾ ചിരിക്കുകയും ചെയ്ത സംഭവം എന്തായിരുന്നു? ഫാത്തിമ ബീവി പറഞ്ഞു, ആദ്യം എൻ്റെ വാപ്പ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, മോളെ വാപ്പ പോവാണ് എന്നാ പറഞ്ഞത്.
ഇത് കേട്ടപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി, പരിസരം മറന്ന് കരഞ്ഞുപോയി. എൻ്റെ എല്ലാമായ വാപ്പ, എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ വാപ്പ എനിക്ക് നൽകാത്തത്? എല്ലാം നൽകിയ അള്ളാഹുവിൻ്റെ ദൂതനാകുന്ന വാപ്പ എന്നെ വിട്ടുപോവാണല്ലോ. ഞാൻ കരഞ്ഞുപോയി. രണ്ടാമതും എൻ്റെ വാപ്പ എൻ്റെ കാത് ചേർത്ത് പറഞ്ഞത്, മോളെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തുന്നത് എൻ്റെ പൊന്നാര മോളായിരിക്കും എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി. എൻ്റെ വാപ്പാൻ്റെ അടുക്കലേക്ക് കുടുംബത്തിൽ നിന്ന് ആദ്യമായി ചെന്ന് ചേരുന്ന ആൾ ഞാനാണ്. എന്തൊരു സന്തോഷകരമായ വാർത്ത! അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഇങ്ങനെ മരണത്തെ വല്ലാത്ത ഒരു അനുഭൂതിയായിട്ട്, മധുരം പകരുന്ന അനുഭവമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നോക്കിക്കണ്ടിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ നമ്മുടെ ഈ മരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മുറിഞ്ഞ വാക്കുകളിൽ ഉരുവിട്ടുകൊണ്ടിരുന്നത്, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ. ആരൊക്കെയാണ്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല, അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല, അല്ലാഹുവേ ഉന്നതരായ നിന്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക്, ഉയർന്ന പദവിയിലേക്ക് എന്ന് പറഞ്ഞ് ആ വാക്കുകൾ മുറിഞ്ഞു പോവാനുണ്ടായത്. ഈ കാഴ്ചപ്പാടുകൾ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെക്കുറിച്ച് അളന്നു മുറിച്ച കൃത്യമായ ആസൂത്രണവും നിലപാടുകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായേ തീരൂ. കാരണം ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കത്തിൽ നാം ഓരോരുത്തരും ഏർപ്പെടണം. അവസാനമായി ഓർമ്മയിലിരിക്കുവാൻ ഒരു കവിതാശകലം കൂടി. അന്തല്ലദീ വലദത്ക ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. മനുഷ്യ, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ അവസ്ഥ? അന്തല്ലദീ വലദത്ക ഉമ്മുക ബാക്കിയാ, പെറ്റുവീണ നാളില് നിന്നെ നിന്റെ ഉമ്മ പ്രസവിച്ചത് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. നീ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നീ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ ആ സമയത്ത് നിന്നെ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ചുറ്റും കൂടി നിന്ന ബന്ധുമിത്രാദികളൊക്കെ, ഓ എന്തൊരു തങ്കക്കുടം, വാപ്പാന്റെ അതേ ഛായ, ഉമ്മാന്റെ അതേ കോലം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഈ അതിഥിയെ സ്വീകരിക്കുവാനുള്ള വല്ലാത്ത ആവേശത്തിലായിരുന്നല്ലോ അവർ. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ. ഒരു കട്ടിലിൽ നിന്നെ കൊണ്ടുവന്ന് കിടത്താണ്. അപ്പോഴും നീ രണ്ട് കൈകളും മുറുകെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാം. പക്ഷേ ആ കട്ടിലിൻ്റെ ചുറ്റും നിന്റെ ബന്ധുമിത്രാദികൾ നിന്ന് നിനക്ക് പാരിതോഷികങ്ങൾ കൊണ്ടുതരുന്നു, പല വിധത്തിലും നിന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ സഹോദര സഹോദരി, ഇനി ഒരു ഘട്ടം കൂടി വരാനിരിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ഫജ്ഹദ് ലിനഫ്സിക, അതുകൊണ്ട് നീ നന്നായിട്ട് പരിശ്രമിക്കണം. അൻ തകൂന ഇദാ ബകൗ, മറ്റൊരു സന്ദർഭം വരാനിരിക്കുന്നുണ്ട്. അതേ കട്ടിലിൽ തന്നെ നീ കിടക്കുകയാണ്. അതേ കട്ടിലിൽ എന്ന് കരുതുക. നിന്റെ ചുറ്റും നിന്റെ ബന്ധുമിത്രാദികളുണ്ട്. നിന്റെ ചുറ്റിലുമുള്ളവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? വാപ്പ പോവാണ്, ഉമ്മ മരിക്കുകയാണ്, സ്വന്തം ഇണ, ഭാര്യ, ഭർത്താവ് വിട്ടുപിരിയാൻ പോകുന്നു, അല്ലെങ്കിൽ മക്കൾ കൈവിടാൻ പോകുന്നു. ഈ അവസ്ഥയിൽ മരണവുമായി മുഖാമുഖം നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്റെ കട്ടിലിന് ചുറ്റും ബന്ധുമിത്രാദികൾ നിന്ന് പൊട്ടിക്കരയാണ്, വിതുമ്പിപ്പോകുന്നവരോട്. പക്ഷെ ആ സമയത്ത് നിന്റെ ഭാവം എന്തായിരിക്കണം? ലാഹിക്കം മസ്റൂറ, പുഞ്ചിരിക്കുന്ന സന്തോഷത്തോടു കൂടിയുള്ള യാത്ര. നേരത്തെ പറഞ്ഞില്ലേ എന്തിനാ കരയുന്നത്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തേക്ക്. അവിടെ റസൂലുള്ളാഹിന്റെയും സഹാബത്തിൻ്റെയും സാമീപ്യം നേടിയെടുക്കുവാൻ വേണ്ടി, അതുപോലെ സ്വാലിഹീങ്ങളായ ആളുകൾക്കിടയിലേക്ക്. പിന്നെ എന്തിനാ ഇവരൊക്കെ കരയുന്നത്?
എന്ന നിലയിൽ മാനസികമായി മനസ്സുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല നിലയിൽ ആത്മവിശ്വാസത്തോടുകൂടി സലാം പറഞ്ഞ് കടന്നു വരാനിരിക്കുന്ന ആ മലക്കുണ്ടല്ലോ, സലാമുൻ അലൈക്കും, വരൂ എന്ന് പറഞ്ഞിട്ട് സലാം പറയുന്ന, അള്ളാഹുവിൻ്റെ സലാം നിനക്കുണ്ടാവട്ടെ എന്ന് പറയുന്ന മലക്കിനോട് സലാം മടക്കിയിട്ട് എത്ര നേരമായി കാത്തിരിക്കുന്നു എന്ന ഭാവത്തോടുകൂടി ഇറങ്ങിപ്പോകാൻ സാധിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ച സ്വർഗ്ഗലോകത്തേക്ക് അനായാസം കയറി ചെല്ലാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിനുവേണ്ടി ആ നിലയിൽ നമ്മുടെ ഓരോ അനക്കവും ഓരോ വാക്കും ഓരോ നോക്കും പാകപ്പെടുത്തിയെടുക്കുവാൻ ഇന്നു മുതൽ ഞാനും നിങ്ങളും ശ്രമിക്കണം. അവധികളില്ല, നിമിഷങ്ങളില്ല. ഏത് നിമിഷവും ഈ അതിഥി അല്ലെങ്കിൽ ഈ വഴികാട്ടി നമ്മെ തേടിയിട്ട് ഏത് നിമിഷവും വീട്ടിലേക്ക് വരാം. ആ നിലയിൽ ഒരുങ്ങി നിൽക്കുക എന്നതാണ് എനിക്ക് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഈ വേളയിൽ പ്രത്യേകമായിട്ട് വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ജീവിതവും മരണവും നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം തിരിച്ചറിയാണിപ്പോൾ. കഴിച്ചുകൂട്ടിയ നാളുകൾ, പിന്നിട്ട വഴികൾ ഒന്നും യഥാർത്ഥ മരണത്തിലേക്കുള്ളതായിരുന്നില്ല, അഥവാ സ്വർഗം തേടിയുള്ളതായിരുന്നില്ല. മറിച്ച് ഏതൊക്കെയോ ഊടുവഴികളിലൂടെ സഞ്ചരിച്ചു പോയിരിക്കുന്നു. എന്നിട്ടും റബ്ബേ, എനിക്ക് നീ അവസരം നൽകിയല്ലോ ഇങ്ങനെയൊരു പ്രഭാഷണത്തിലൂടെ ഏതൊക്കെയോ ഊടുവഴികൾ പിന്നിട്ട് ഒരുപക്ഷെ മരണവുമായി മുഖാമുഖം കണ്ട ആക്സിഡന്റുകൾക്ക് മുമ്പിൽ നിന്ന് പോലും തിരിച്ചു വരാൻ ഇടമില്ല എന്ന് കരുതിയ ഡോക്ടർമാർ ആ വിധത്തിൽ വിധിയെഴുതിയിട്ട് പോലും നീ എനിക്ക് അവസരം തന്നില്ലേ? അങ്ങനെയാണല്ലോ ഈ ഒരു സമയം ഒരുപക്ഷെ പല സീരിയലുകളും പല അനാവശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു കൂട്ടുകാരൻ തന്ന വെച്ചു നീട്ടിയ ഈ CD ഒന്ന് കേട്ടു നോക്കാമെന്ന് കരുതി കേട്ടത്. തീർച്ചയായും അൽഹംദുലില്ലാ, ഇതൊരു വഴിത്തിരിവാണ്. എന്റെ ജീവിതത്തിൽ തീർച്ചയായും ഇതൊരു വഴിത്തിരിവ് തന്നെയാണ്. എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണിത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നാഥാ, ഈ നിമിഷം മുതൽ തീർച്ചയായും നിന്റെ മാത്രം അടിമയായിട്ട് ജീവിച്ചു മരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. പടച്ച റബ്ബേ, സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബേ. പടച്ചവനെ, ഉത്കൃഷ്ടരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ മരണം വരിക്കുവാൻ എന്നെ നീ അനുവദിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഞങ്ങളെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പൊടുന്നനവെയുള്ള അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അതാണല്ലോ ഇപ്പൊ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിറവേറ്റുന്നതിന് മുമ്പേ പൊടുന്നനെ രംഗം മാറുന്ന അവസ്ഥ. നാഥ, ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് തികഞ്ഞ സംതൃപ്തിയോടുകൂടി നിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. നീ നൽകിയ ഈ മഹത്തായ ആയുസ്, ഇതിലെ സമയവും ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും തുടങ്ങി നീ ഞങ്ങളെ ഏൽപ്പിച്ച വിഭവങ്ങൾ പലപ്പോഴും അനാവശ്യത്തിന് ഉപയോഗിച്ചു പോയിട്ടുണ്ട്. നാഥ, അതെല്ലാം നഷ്ടപ്പെട്ടതാണ് എന്നിപ്പോൾ തിരിച്ചറിയുന്നു. കേട്ടല്ലോ, ഖബറിടത്തിൽ നാളെ കൂടെ വരാനിരിക്കുന്നത് നല്ല ആളായിരിക്കുമോ? സൽക്കർമ്മങ്ങൾ ആയിക്കൊണ്ട് സുസ്മേരവദനുമായ മുഖമാണോ? അതല്ല, എന്റെ തിന്മകളാകുന്ന കൂട്ടാളിയാണോ? നാഥ, നല്ല കൂട്ടുകാരെ നൽകി ഞങ്ങളെ ഞാൻ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കുടുംബങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തിൻ്റെയൊക്കെയോ പേരിൽ ഞങ്ങൾ പരസ്പരം തമ്മിലടിച്ച് തമ്മിൽ തെറ്റിയിട്ട് ജീവിക്കാൻ. ഒരുപക്ഷെ ഉമ്മയും മക്കളും, വാപ്പയും മക്കളും, ഭാര്യയും ഭർത്താവും, സഹോദരങ്ങളും അയൽക്കാരുമൊക്കെയായ ഞങ്ങളുടെ ബന്ധുക്കൾ, അവരോടൊക്കെ തമ്മിൽ തെറ്റിയിട്ട് എന്തിൻ്റെയൊക്കെയോ പേരിൽ വെറുതെ അനാവശ്യമായി പകയും വിദ്വേഷവും കൊണ്ടു നടക്കാൻ. എല്ലാം ആറടി മണ്ണോടുകൂടി അവസാനിക്കുമെന്ന് ഇപ്പൊ ഞങ്ങൾ തിരിച്ചറിയാണ്. നാഥ, വിശാലമായ മനസ്സ് നൽകിയിട്ട് ബന്ധങ്ങളെല്ലാം വീണ്ടും ഊട്ടിയുറപ്പിച്ച് നാളെ നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഉമ്മയോട്, വാപ്പയോട്, അതേപോലെ തന്നെ സഹോദരി സഹോദരങ്ങളോട്, ഭാര്യ ഭർത്താക്കന്മാരോട് വല്ലതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം റബ്ബേ. വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നാഥ, ആ നിലയിൽ സ്വർഗം മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കള് കേട്ടല്ലോ, മരണാനന്തരം
തനിക്ക് വേണ്ടി തനിക്ക് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ സന്താനങ്ങളുടെ പ്രാർത്ഥനയുണ്ടെന്ന് നാഥ ഒരുപാട് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമ്പത്ത് അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാം ഭൗതികമായ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമായിരുന്നു. പടച്ചവനെ, ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയാണ് അത് മാത്രം പോരാ. യഥാർത്ഥത്തിൽ മക്കൾ സമ്പാദ്യമാവണമെങ്കിൽ മരണപ്പെട്ട് ഞാൻ ഖബറിനടിയിൽ കിടക്കുമ്പോൾ ഒന്ന് വന്നിട്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്നവരായെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ അത്തരം മക്കളാക്കിയിട്ട് നീ മാറ്റിത്തരണമേ റബ്ബേ. ഉമ്മാന്റെയും വാപ്പാന്റെയും ഖബറിന്റെ അടുക്കലൂടെ അശ്രദ്ധമായി നടന്നു പോകുന്ന മക്കളെ ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. പടച്ച റബ്ബേ, മക്കളെ നീ പരീക്ഷണമാക്കി മാറ്റല്ല റബ്ബേ. പടച്ചവനെ, നാളെ നിന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ, പെറ്റു വീണപ്പോൾ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ പിഞ്ചു പൈതങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും ഞങ്ങൾ വിട്ടുപോയ ഞങ്ങളുടെ മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. നാഥ, നിന്റെ ഖുർആനിലുണ്ടല്ലോ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവിടെ നല്ല നല്ല മക്കൾ ആ സ്വർഗ്ഗലോകത്തിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാകുമെന്ന്. ഞങ്ങളുടെ മക്കളെ ആ സ്വർഗ കവാടത്തില് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിക്കുന്ന മക്കളാക്കിയിട്ട് നീ മാറ്റിത്തരണേ റബ്ബേ. ദുനിയാവിൽ ഞങ്ങൾക്ക് അവരെ കിട്ടിയിട്ടില്ല. നാളെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളുടെ സഹവാസികളായിട്ട് ഞങ്ങളുടെ മക്കളായിട്ട് നീ അവരെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ദുനിയാവിൽ ഒരുപക്ഷെ കുടുംബജീവിതം താളം തെറ്റിയതായിരുന്നു. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് കുടുംബത്തിലൊരു കൃത്യത ഉണ്ടാകും, ഇബാദത്തുകളിലും ഇസ്ലാമിക സംസ്കാരത്തിലും ഒക്കെ. നാഥ, ആ നിലയിൽ കുടുംബത്തിന് ആ ഒരു തിരിച്ചറിവുണ്ടാകുവാൻ വേണ്ടി നീ തൗഫീഖ് നൽകണേ റബ്ബേ. ദുനിയാവിൽ അല്പം പ്രയാസങ്ങൾ അനുഭവിച്ചാലും സാമ്പത്തികമായും മാനസികമായും സാമൂഹികമായും ഒക്കെ ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും ഉണ്ടെങ്കിലും ഖബറും പരലോകവും രക്ഷപ്പെട്ടു കിട്ടണം എന്ന നിലക്ക് എല്ലാം അവഗണിച്ചുകൊണ്ട് സബ്ർ ചെയ്തുകൊണ്ട് നിന്നിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കളുണ്ട്, വലിയുപ്പമാരുണ്ട്, വലിയുമ്മമാരുണ്ട്. റബ്ബേ, അവർക്കെല്ലാം സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ജീവിതഘട്ടങ്ങളിലാണ് അവരുള്ളതെങ്കിൽ പടച്ച റബ്ബേ, ഗുരുതരമായ രോഗശയ്യയിലൊക്കെ ആണെങ്കിൽ ജീവിതമാണ് അവർക്ക് ഉത്തമമെങ്കിൽ അവർക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, മരണമാണ് അവർക്ക് ഉത്തമമെങ്കിൽ പടച്ച റബ്ബേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ അവരെ ഉൾപ്പെടുത്തണമേ നാഥ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل على محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.